നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് നല്ല ഒരു ദിവസത്തിലേക്ക് നല്ലൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഭാത കേരളം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തെ വെങ്ങാനൂരുള്ള ചാവടിനട പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഇവിടെ പ്രപഞ്ചയാഗം എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു കർമ്മം നടക്കുകയാണ്. എന്തായാലും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലും പ്രത്യേകിച്ച് ഈ ഹിമാലയ സാനുക്കളിൽ നിന്നടക്കമുള്ള സ്വാമിമാരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ പ്രശസ്തമായ പ്രപഞ്ചയാഗം നടക്കുകയാണ്. ഇന്ന് 2 ദിവസം കൂടിയുള്ളൂ. ഇന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തായാലും ഇന്ന് പ്രഭാത കേരളം വാർത്തകൾ എത്തുന്നത് ഈ ഒരു ഇടത്തു നിന്നാണ്. ഇന്നത്തെ ദിവസം പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനമാണ്. നമ്മൾ ഇന്നലെ കണ്ട മധു കേസിന്റെ വിധി, ഇന്നലെ തന്നെ കുറ്റക്കാരാണെന്ന് വിധിച്ചവർക്കെതിരെ എന്തായിരിക്കും ശിക്ഷാവിധി എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അക്കാര്യത്തിൽ ഇന്നൊരു വ്യക്തത ഉണ്ടാകും. കോടതി 11 മണിക്ക് ഇക്കാര്യത്തിൽ വിധി പറയും. തീർച്ചയായും 16 പ്രതികളിൽ 14 പേര് കുറ്റക്കാരാണ് എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്ന് 11 മണിക്കൂർ ആ ശിക്ഷാവിധി മണ്ണാർക്കാട് പ്രത്യേക SC കോടതിയിൽ നിന്നും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് എലത്തൂരിൽ ട്രെയിൻ അക്രമ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2 ദിവസമായി ആക്രമണം നടന്നിട്ട് ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. രേഖാചിത്രമടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. റെയിൽവേയുടെ പ്രത്യേക സംഘം ഡൽഹിയിലെത്തിയിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അടക്കം അന്വേഷണത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യവുമുണ്ട്. അതെ, ഒപ്പം ഇടതുമുന്നണി യോഗം തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇന്ന് ഇടതുമുന്നണി യോഗവും മന്ത്രിസഭാ യോഗവുമാണ്. നമുക്കറിയാം സമീപ ദിവസങ്ങളിൽ വലിയ ഭരണവിവാദങ്ങൾ ഉയരുന്നുണ്ട്. KSRTCയിലെ പ്രതിസന്ധിയുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ചർച്ചയുണ്ടാവും. ഈ മദ്യനയത്തിലും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. സ്വാഭാവികമായും മുന്നണി യോഗത്തിന്റെയൊക്കെ അജണ്ടയിലേക്ക് മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കടന്നു വന്നേക്കാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ യോഗങ്ങളുമുണ്ട്. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് അരിക്കൊമ്പൻ വിഷയമുണ്ട്. അരിക്കൊമ്പന്റെ ഭാവി എന്താണ് എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസമാണ് ചിന്നക്കാടിലെത്തി ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി അവിടെ എത്തി നാട്ടുകാരുടെയും കുട്ടികളുടെയും ജനപ്രതിനിധിയുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച് ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നുമുണ്ട്. സ്വാഭാവികമായും എന്താകും, അരിക്കൊമ്പനെ പിടിക്കണോ അതോ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിടണോ എന്ന കാര്യത്തിലൊക്കെ ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ സമ്പന്നമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തത്. പ്രഭാത കേരളം വിശദമായി കേരളത്തിന്റെ പൊതുചിത്രം, ഒപ്പം തന്നെ സിക്കിമിലടക്കം ഇന്നലെ കണ്ട വലിയ ദുരന്തങ്ങൾ, ആ പ്രകൃതി ദുരന്തത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധനയിലേക്കാണ് പ്രഭാത കേരളം പോകുന്നത്. അതിന് തന്നെ നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. മടങ്ങി വരാം. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ വാർത്താ ചിത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ നമ്മൾ പരാമർശിച്ച മധു കേസിന്റെ ശിക്ഷാവിധി എന്താ എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളം കാത്തിരിക്കുന്നത്. 11 മണിക്ക് മണ്ണാർക്കാട്ടെ പ്രത്യേക SC കോടതി ഇക്കാര്യത്തിൽ വിധി പറയും. എന്തായാലും ഇന്നലെ 16 പ്രതികളിൽ 2 പേരെ ഒഴികെ 14 പേർക്കെതിരെയും കൃത്യമായ കുറ്റം ചുമത്തിക്കൊണ്ട് തീരുമാനം വന്നിരുന്നു. എന്താണ് ഇവർക്ക് ഇനി കോടതി വിധിക്കുന്ന ശിക്ഷ എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ്. പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു പാലക്കാട് നിന്നും. പ്രസാദ് ഉടുമ്പശ്ശേരി. പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ കേസിന്റെ നാൾവഴികളും ഈ വിഷയത്തെ കോടതി എങ്ങനെ സമീപിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും കേരളം കാത്തു നിൽക്കുന്ന കേരള മനസ്സാക്ഷി കാത്തിരിക്കുന്ന ആ വിധി ഇന്ന് പറയാനിരിക്കുകയാണ്. എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? കോടതി നടപടികൾ എപ്പോൾ ആരംഭിക്കും? ഗുഡ് മോർണിംഗ് സജിത്, രഞ്ജിനി. ഇന്ന് ഈ കോടതി ആദ്യം തന്നെ പരിഗണിക്കുമ്പോൾ ഇനി വിധി പറയുകയാണ് ഉണ്ടാകുക. ഇതിൽ 14 പ്രതികൾക്കെതിരെയും
ഈ ഒരാൾക്കൊഴിച്ച് മറ്റുള്ള ആളുകൾക്കെതിരെയും എല്ലാം നരഹത്യയിൽ രണ്ടാം സെക്ഷൻ, അതായത് ആസൂത്രണമല്ലാത്ത നരഹത്യയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരമാവധി 10 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മുനീറിന് മാത്രമാണ് 3 മാസം, അതായത് മർദ്ദനത്തിൽ മാത്രം വകുപ്പുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 3 മാസത്തെ തടവാണ് അതിൽ പരമാവധി ശിക്ഷ കുറ്റം എന്ന് പറയുന്നത്. നിലവിൽ റിമാൻഡിൽ കഴിയുകയും മറ്റ് കാലാവധി വെച്ച് നോക്കുമ്പോൾ മുനീർ മോചിതനായേക്കും. മറ്റ് 13 പേരുമാണ് ജയിലിലേക്ക് പോകുക. എത്ര ശിക്ഷ ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ച് വിധി വരുമ്പോൾ മാത്രമാണ് അറിയുക. എന്നാൽ സജിത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മധുവിന്റെ കുടുംബം ഇന്നലെ തന്നെ അവർ വ്യക്തമാക്കിയതാണ് അപ്പീൽ പോകുമെന്നുള്ളത്. ഇതിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതെങ്കിൽ പോലും കോടതി അത് അംഗീകരിച്ചിട്ടില്ല. കോടതി നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനമാണ് മധുവിന്റെ കുടുംബം എടുത്തിട്ടുള്ളത്. അതോടൊപ്പം പ്രോസിക്യൂഷനും ഇനി എന്താണ് സർക്കാരിന്റെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ്. വിധി എന്തായാലും അത് മേൽക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിലേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ ഒരു വിധിയിൽ തൃപ്തരല്ല എന്നുള്ളത് ഇന്നലെ തന്നെ മധുവിന്റെ കുടുംബം പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിഭാഗം സ്വാഭാവികമായും തന്നെ അപ്പീലിലേക്ക് പോകും. ഇന്നലെ കോടതി നടപടികൾ തുടങ്ങിയ സമയത്ത് തന്നെ വിധി പകർപ്പ് വളരെ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ജഡ്ജ് പരാമർശിച്ചത് വിധി പറഞ്ഞതിന് ശേഷം അരമണിക്കൂറിനകം നിങ്ങൾക്ക് വിധി പകർപ്പ് ലഭ്യമാക്കാം എന്നുള്ളത്. അതായത് അവർക്ക് സ്വാഭാവികമായും അപ്പീൽ സമർപ്പിക്കാനുള്ള അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രതിഭാഗം ഉദ്ദേശിക്കുന്നത്. മധുവിന്റെ കുടുംബവും അവരും ഇന്നലെ ഈ കൊലക്കുറ്റം ചുമത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരും അതിനെതിരെ അതോടൊപ്പം തന്നെ 2 പേരെ, 4-ാം പ്രതിയായ അനീഷിനെയും 11-ാം പ്രതിയായ അബ്ദുൽ കരീമിനെയും വെറുതെ വിട്ടു. ഈ നടപടികൾക്കെതിരെ അപ്പീൽ പോകുമെന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റൊരു നിയമ നടപടികളുടെ തുടക്കം കൂടിയാകുന്നു ഇന്നത്തെ വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഇന്ന് 11 മണിക്ക് കോടതി ചേരുമ്പോൾ ഈ 14 പേർക്കെതിരെ എന്താണ് വിധി എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. അതിൽ 16-ാം പ്രതിയായ മുനീറിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ വ്യക്തത വന്നിട്ടുള്ളതാണ്. എന്തായാലും മറ്റ് 13 പേർക്കെതിരെ എത്ര വർഷം വരെ, പരമാവധി 10 വർഷം തന്നെയാണോ നൽകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. തീർച്ചയായും 11 മണിയോടെ കൂടി കേരളം കാത്തിരിക്കുന്ന വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം എന്തായാലും 16 പേരിൽ 14 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ച സാഹചര്യമുണ്ടായിരുന്നു. അതിൽ 13 പേര്, അതിൽ 16-ാമത്തെ പ്രതിയുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ വ്യക്തത വരുത്തിയിരുന്നു. ബലപ്രയോഗം അടക്കമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. 3 മാസമാണ് പരമാവധി ശിക്ഷ ലഭിക്കാവുന്നത്. അത് പ്രതി ഈ കാലയളവിനുള്ളിൽ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രതി ഒഴിവാക്കി ബാക്കി 13 പേരുടെ കാര്യത്തിൽ ഇന്ന് എന്താവും കോടതി വിധിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രസാദ്, ഒരു കാര്യം കൂടിയുള്ളത്, ഈ പ്രോസിക്യൂഷൻ തുടക്കം മുതൽ വിമർശന വിധേയമായ ഒരു കേസാണല്ലോ. പ്രത്യേകിച്ച് ഈ പ്രോസിക്യൂട്ടർമാർക്ക് സർക്കാർ വേതനം അനുവദിക്കുന്നില്ല എന്ന അടക്കമുള്ള വിഷയം വലിയ ചർച്ചയാവുകയും ഇക്കാര്യത്തിൽ പിന്നീട് ചില തിരുത്തൽ വരുത്തുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പൊതുവിൽ ഈ കേസിൽ ഒരു പ്രതികൾക്ക് ശിക്ഷ നേടി നൽകാൻ കഴിഞ്ഞത് പ്രോസിക്യൂഷന്റെ ഒരു നേട്ടമായി പൊതുവിൽ അവകാശപ്പെടുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ ഏതെങ്കിലും ഈ കേസിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഇന്നലത്തെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? നിയമവൃത്തങ്ങൾ ആ തരത്തിൽ സൂചനകൾ നൽകുന്നുണ്ടോ? കാരണം നേരിട്ടുള്ള നരഹത്യ എന്ന തരത്തിലുള്ള കുറ്റം അവർക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പശ്ചാത്തലം മേൽക്കോടതിയിൽ അപ്പീലിനടക്കം പോകുമ്പോൾ പ്രതികൾക്ക് നേട്ടമായി മാറാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നിയമവൃത്തങ്ങൾ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്, പ്രസാദ്? സഹിത്ത് അത് വിധി വന്നാൽ മാത്രമാണ്, അതായത് എങ്ങനെയാണ് കോടതി പരാമർശിക്കുന്നത് എന്നനുസരിച്ചിരിക്കും അതിനകത്ത് എത്രത്തോളം വീഴ്ച പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് തെളിവുകൾ, ഏറ്റവും കൂടുതൽ അനുബന്ധ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയ ഒരു കേസാണ്. കാരണം മധുവിനെ വനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്നത് മുതൽ മുക്കാലി വരെയുള്ള, മധുവിനെ വർദ്ധിക്കുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളുടെയും ഡിജിറ്റൽ തെളിവുകളും, CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ മൊബൈലിൽ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ എന്നിവയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോടതിയിൽ തൊണ്ടി മുതലായി സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ. ഒന്ന്, ഈ കേസിൽ തുടക്കം മുതൽ വലിയൊരു പ്രചരണം നടന്നിരുന്നത് ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു പ്രചരണം തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ എടുത്തു പറയുന്നത്, ഇപ്പൊ ഇന്നലെ പ്രോസിക്യൂഷനോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർ അവരുടെ പരമാവധി, അതായത് ലഭ്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് പരമാവധി കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. കൊലക്കുറ്റം ചുമത്തിയെങ്കിൽ പോലും ഇവിടെ അതൊരു കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല മധുവിനെ പിടിച്ചത് എന്ന പ്രതിഭാഗത്തിന്റെ വാദമാണ് ഈ കാര്യത്തിൽ കോടതി അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയുന്നത്. എന്നാൽ ഈ പ്രോസിക്യൂഷനും അതോടൊപ്പം മധുവിന്റെ കുടുംബവും പറയുന്നത്
ഒന്നാം പ്രതിയായ ഹുസൈൻ മധുവിനെ പിടിച്ചു എന്നറിഞ്ഞതിന് ശേഷം പാക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറെ ദൂരമാണ് പാക്കുളം എന്ന് പറയുന്നത്, അവിടെ നിന്നും വാഹനത്തിൽ വന്ന് മധുവിനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് കോടതി അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് മധുവിന്റെ കുടുംബം ചോദിക്കുന്നത്. അത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒന്നാം പ്രതി അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ഇവരുടെ വാദം. എന്നാൽ പ്രതിവാദം പറയുന്നത് മധുവിനെ വനത്തിൽ നിന്ന് പിടിച്ച് മുക്കാലിയിലേക്ക് കൊണ്ടുപോയി പോലീസിനെ ഏൽപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത്, അതിൽ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കോടതി ഒരുപക്ഷെ ഈ വാദമായിരിക്കാം പരിഗണിച്ചിട്ടുണ്ടാവുക. പക്ഷേ നരഹത്യ, അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ലാത്ത ആസൂത്രിതമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി ഇതിനകത്ത് കുറ്റം മാത്രമാണ് കോടതി ചുമത്തിയിട്ടുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ള മറ്റ് വകുപ്പുകളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിധി വന്നതിന് ശേഷം അതിലെ വിധിയിലെ എന്താണ് കോടതി എന്തുകൊണ്ടാണ് കൊലക്കുറ്റം ഒഴിവാക്കിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നാൽ മാത്രമേ അപ്പീൽ പോകുന്ന മധുവിന്റെ കുടുംബം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്, അപ്പീൽ പോകുന്ന കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരും. ശരി, പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അന്നേരം മധുവിന്റെ കുടുംബം അപ്പീൽ പോകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. പക്ഷേ വിധിയിൽ തൃപ്തിയുണ്ട്, അനുകൂല വിധിയാണ് ഉണ്ടായതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അപ്പീൽ പോകും. അതെ, പ്രസാദ് സൂചിപ്പിച്ച പോലെ ഇനി വരാനിരിക്കുന്ന വിധി നിർണായകമാണ്. എത്ര വർഷത്തേക്കാണ് ശിക്ഷ ചുമത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ SC/ST അട്രോസിറ്റി ആക്ട് അടക്കം ഇതിൽ ചുമത്തപ്പെടുമ്പോൾ ശിക്ഷ കൂടുതൽ ഉയർന്നു നിൽക്കുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനം മണ്ണാർക്കാട് കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നു. 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിച്ചു കഴിയുമ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവും. എന്തായാലും കേരള മനസാക്ഷി കാത്തിരിക്കുകയാണ് അട്ടപ്പാടി മധു കേസിൽ എന്താണ് കോടതിയുടെ അന്തിമ തീരുമാനമെന്ന്. നമുക്ക് എന്തായാലും ഈ വാർത്തകളിലേക്കൊക്കെ പിന്നീട് മടങ്ങി വരാം. നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. വയനാട്ടിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി വിശ്വനാഥൻ മരിച്ചിട്ട് 50 ദിവസം കഴിയുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ല. നീതി കിട്ടും വരെ പോരാട്ടം തുടരാനാണ് വിശ്വനാഥന്റെ കുടുംബത്തിന്റെ തീരുമാനം. പോലീസ് നടപടികൾ ഇഴഞ്ഞതോടെ നീതിപൂർവകമായ അന്വേഷണം ഉറപ്പാക്കാൻ ജസ്റ്റിസ് ഫോർ വിശ്വനാഥൻ എന്ന ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് നാട്ടുകാരുടെയും പ്രവർത്തനം. ഫെബ്രുവരി 11-നാണ് ഗോത്രയുവാവായ വിശ്വനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. കുടുംബത്തിന്റെ പരാതി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നത് കുടുംബത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. മധു കേസിലെ പോലെ ഈ കേസും വർഷങ്ങളോളം നീളുമോ എന്നും ഇവർ ഭയക്കുന്നു. പോലീസുകാർ അന്വേഷിച്ചിട്ട് നീതി കിട്ടാത്തതുകൊണ്ടാണ് കേസ് അന്വേഷണം മാറ്റണമെന്ന് പറഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്, എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഇപ്പൊ നീതി ഇതേമാതിരി മധുവിന്റെ കേസ് അന്വേഷണമാതിരി സത്യനന്ദ അന്വേഷിക്കുക വെച്ചാൽ വിശ്വനാഥൻ നീതി കിട്ടുന്നതാണ് എന്റെ ഉറപ്പ്. വിശ്വനാഥന്റെ മരണത്തിന് കാരണമായവർക്കെതിരെ നിയമ നടപടികൾ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ജസ്റ്റിസ് ഫോർ വിശ്വനാഥൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള കേസുകളിൽ വളരെ പ്രധാനമായത് ഏറ്റവും പെട്ടെന്ന് തെളിവുകൾ ശേഖരിക്കുകയും അന്വേഷണം മുമ്പോട്ട് നീക്കുകയും എന്നുള്ളതാണ്. വിശ്വനാഥന്റെ കേസിൽ ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യമായ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആദ്യം നടന്ന പോലീസ് അന്വേഷണത്തിൽ ഒരു പിടി ലാഗിങ് വന്നിട്ടുണ്ട്, ഒരു പിടി അനാസ്ഥ വന്നിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ കേസിൽ അനാസ്ഥയുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അന്ന് തന്നെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. മകനെ കൊലപ്പെടുത്തിയതാണ്, ശരീരത്തിൽ മർദ്ദനപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നടക്കം അന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴും 50 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീതി കിട്ടാൻ വേണ്ടി പോരാട്ടം തുടരുമെന്ന് കുടുംബം വ്യക്തമാക്കുന്ന സാഹചര്യം. അതായത് ഈ അട്ടപ്പാടി മധു കേസിന്റെ പശ്ചാത്തലത്തിൽ ഈ വിശ്വനാഥന്റെ മരണവും ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനം. നീതി കിട്ടണം എല്ലാവർക്കും. അത് ആൾക്കൂട്ടമർദ്ദനം എന്ന പ്രാകൃത രീതി കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അതെവിടെ ഉണ്ടായാലും ചോദ്യം ചെയ്യപ്പെടണം, ശിക്ഷിക്കപ്പെടണം. എന്തായാലും വിശ്വനാഥന്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പ്രഭാത കേരളം ഇങ്ങനെ തുടരുകയാണ്. ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഞങ്ങളുടെ വെങ്ങാനൂരാണ് നിൽക്കുന്നത്. വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നിറയുന്ന ഒരു ക്ഷേത്രമാണ്. എന്തായാലും പ്രപഞ്ചയാഗം എന്ന് പേരിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ആചാര രീതി ആണ് ഇവിടെ നടന്നു വരുന്നത്. അവിടെ വലിയ രീതിയിൽ നടന്നു വരുന്ന ഈ പ്രപഞ്ചയാഗത്തിൻ്റെ ഒരു അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. ഇന്ന് ത്രിപുര സുന്ദരി യാഗം എന്ന പ്രസിദ്ധമായൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നു. അതിനുശേഷം നാളെ തോടുകൂടി ഇവിടെ ഇതിൻ്റെ കർമ്മങ്ങൾ അവസാനിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വളരെ രീതിയിലുള്ള തിരക്കുകളാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഒപ്പം തന്നെ ISRO ചെയർമാൻ അടക്കമുള്ളവർ ഇവിടെ സന്ദർശിച്ചിരുന്നു.
മുൻ ISR ചെയർമാൻ ഡോക്ടർ മാധവൻ നായരാണ് ഈ ക്ഷേത്ര സംഘാടക സമിതിയുടെ ഇതിൻ്റെ ചെയർമാൻ. അതുകൊണ്ടുകൂടി തന്നെ ആ തരത്തിൽ വലിയ തരത്തിലുള്ള പങ്കാളിത്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള തിരക്കുകളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 8ന്റെ വാർത്തകളിലും ഈ പൗർണമിക്കാവ് ക്ഷേത്രവും അതിൻ്റെ പശ്ചാത്തലവും ഇവിടെ നടക്കുന്ന ചടങ്ങുകളും ഒക്കെ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകളിലുമൊക്കെ അതിന്റെ ഒരു തുടർച്ചയുണ്ടാകും എന്നതാണ് സാഹചര്യം. ഇനി നമുക്ക് വാർത്തകളിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ടായ ട്രെയിൻ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണ സംഘം, റെയിൽവേയുടെ പ്രത്യേക അന്വേഷണ സംഘം ഡൽഹിയിലുണ്ട്. നോഡിയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ATS സംഘം അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഒപ്പം തന്നെ പുരോഗമിക്കുന്നു. പ്രതിയുടെ രേഖാചിത്രം അടക്കം പുറത്തുവിട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് കോഴിക്കോട്ടെ വിശേഷങ്ങളിലേക്കും ഈ ട്രെയിൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. കാരണം ഈ ഇന്ന് അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും മറ്റും കൊച്ചിയിലുണ്ട്, കോഴിക്കോട് ചേരുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ആ വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് നമുക്ക് തലസ്ഥാനത്തേക്ക് ഒന്നുകൂടി പോവാം. തലസ്ഥാനത്ത് ഉമേഷ് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടാവുന്ന ദിവസമാണല്ലോ ഇന്ന്. അതിലേറ്റവും പ്രധാനം ഇടതുമുന്നണി യോഗവും മന്ത്രിസഭാ യോഗവുമാണ്. ഇടതുമുന്നണി യോഗത്തിന്റെ അജണ്ടയിലേക്ക് ഏതൊക്കെ വിഷയം വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഭരണവിവാദങ്ങൾ നിരവധിയുണ്ട്. KSRTCയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. എന്താണ് ഇടതുമുന്നണി യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട? ഇന്ന് മുന്നണി യോഗത്തിൽ ഏതു തരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഉമേഷ്, ഇന്ന് പ്രധാനമായ അജണ്ട സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളുമാണ് പ്രധാനമായി അജണ്ടയിൽ വരുന്നത്. ഈ 2 കാര്യങ്ങളുമാണ് അജണ്ടയിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. എന്തായാലും രണ്ടാം വാർഷികാഘോഷം മികച്ച രീതിയിൽ നടത്താൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. കൂടാതെ വിഷു മുന്നോടിയായി 2 മാസത്തെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഈ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങളായി എല്ലാ ജില്ലകളിലും പ്രത്യേക പ്രദർശനങ്ങളടക്കം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അത് വേഗത്തിലാക്കാൻ മുന്നണി യോഗത്തിൽ ഇന്ന് ചർച്ച നടക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. അതുകൂടാതെ പ്രധാനമായി നിലവിലെ സാഹചര്യത്തിൽ KSRTC ഘടകകക്ഷി മന്ത്രിയാണ് ഭരിക്കുന്നത്. പക്ഷേ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന CITUവിനടക്കം നിലവിൽ ഈ മന്ത്രിസഭ എടുക്കുന്ന അല്ലെങ്കിൽ മന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ എതിർപ്പുണ്ട്. KSRTCയുടെ പ്രതിസന്ധി വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ശമ്പള പ്രതിസന്ധി ഇപ്പോഴും പരിഹരിക്കാനായിട്ടില്ല. കൂടാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, കൂട്ടം സ്വിഫ്റ്റ് കമ്പനിക്ക് അമിത പ്രാധാന്യം നൽകുന്നു. KSRTC ബസ്സുകൾ ഓടിയിരുന്ന പല റൂട്ടുകളിലും സ്വിഫ്റ്റ് കമ്പനിയിലെ പുതിയ ബസ്സുകൾക്ക് അവസരം നൽകുന്നു. ഇതേ തുടർന്ന് KSRTCയിലെ ജീവനക്കാർക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വലിയ ലാഭം ലഭിച്ചിരുന്ന റൂട്ടുകളെല്ലാം KSRTC ജീവനക്കാർക്ക് അല്ലെങ്കിൽ KSRTCക്ക് നഷ്ടമായി അത് സ്വിഫ്റ്റിലേക്ക് മാറുന്നു എന്നുള്ള പരാതി വലിയ രീതിയിൽ ഉയരുന്നു. ഇത് കൂടാതെയാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത പ്രതിസന്ധി. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകും എന്നാണ് കരുതുന്നത്. ഇതോടൊപ്പം ഒരുപക്ഷെ മദ്യനയത്തിന് ഇന്ന് ഇടതുമുന്നണി യോഗം അംഗീകാരം നൽകാൻ സാധ്യതയുണ്ട്. ഈ അജണ്ടകളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ മദ്യനയം എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ സാധ്യത. എന്തായാലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തായാലും ഇടതുമുന്നണി യോഗത്തിൽ ഇന്ന് ചർച്ചയാകും. അതിലൊരു തീരുമാനം അല്ലെങ്കിൽ തുടർ തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ധാരണ ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാകുകയും ചെയ്യും. സജിത്ത്, തീർച്ചയായും അതാണ് ഇടതുമുന്നണി യോഗവുമായി ബന്ധപ്പെട്ട കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ, ഒപ്പം തന്നെ KSRTC വിഷയമടക്കം വലിയ രീതിയിൽ വിവാദമായി നിൽക്കുന്ന സാഹചര്യമാണ്. അതടക്കം ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ചയായേക്കും. ഒപ്പം തന്നെ ഉമേഷ്, ഇന്ന് മന്ത്രിസഭാ യോഗം കൂടിയുണ്ടല്ലോ. പ്രധാനമായും എത്തുന്ന അജണ്ടകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക? എപ്പോഴായിരിക്കും യോഗം? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി. മന്ത്രിസഭാ യോഗത്തിലും പ്രധാനമായി സർക്കാരിന്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും തുടർ തീരുമാനങ്ങളും തന്നെയായിരിക്കും ചർച്ചയാകാൻ സാധ്യതയുള്ളത്. ഇതുകൂടാതെ തുടർ തീരുമാനങ്ങൾ നിരവധി വിഷയങ്ങളിൽ എടുക്കാനുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിലവിൽ സർക്കാർ അടുത്ത്, അതായത് അവധി ദിവസങ്ങളാണ് ഇനി വരുന്നത്. ഈ സാഹചര്യത്തിൽ കോവിഡ് വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. സ്വാഭാവികമായി കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, കോവിഡിന്റെ നിലവിലെ സാഹചര്യം
പ്രത്യേകിച്ചും സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന നിരക്ക് കേരളത്തിൽ തന്നെയാണ്. ഈ സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ തുടങ്ങിയവയെല്ലാം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് കരുതുന്നത്. എന്തായാലും പ്രധാനമായി സർക്കാരിന്റെ 2ാം വാർഷികം തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയാകുന്നത്. മന്ത്രിസഭാ യോഗത്തിലും അത് സംബന്ധിച്ച തീരുമാനങ്ങൾ നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ധാരണയായിരുന്നു ഈ 2ാം വാർഷികം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത്. അക്കാര്യങ്ങൾ എന്തായാലും എല്ലാ മന്ത്രിമാരെയും അറിയിക്കും. തുടർന്ന് ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, കൂടാതെ അവധി സമയമാണ്, കൂടാതെ വിഷു അടക്കം വരുന്നു. സ്വാഭാവികമായി അവധി ദിവസങ്ങൾ നിരവധി വരുന്നു. അതിന് മുന്നോടിയായി എടുക്കേണ്ട തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചേക്കും. രഞ്ജിനി. ഓക്കെ ഉമേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗം വളരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. പ്രത്യേകിച്ചും ശശി തരൂരിനെതിരെയും ഒപ്പം K മുരളീധരനെതിരെയും. ഇരുവരും നടത്തുന്ന നീക്കങ്ങളിൽ പലതും വിമത സ്വഭാവമുള്ളതാണ് എന്ന ഒരു പൊതുവാദമാണ് ഈ KPCCയിൽ ഉയർന്നത് എന്നതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്നത്തെ ഒരു നീക്കം ഈ തരത്തിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുക? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധവും ഇന്നുണ്ടാകുമെന്നറിയുന്നു. എങ്ങനെയാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഉമേഷ്. ഇന്നു മുതൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള സമര പരിപാടികൾ കോൺഗ്രസ് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി താരിഖ് അൻവറുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാജ്ഭവൻ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 11-ാം തീയതി രാഹുൽ വയനാട് എത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വലിയ ജാഥയായി വയനാട്ടിലേക്ക് എത്തുകയും വയനാട്ടിൽ വമ്പിച്ച ഒരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വരവേൽപ്പ് നൽകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ പ്രത്യേക പ്രതിഷേധ യോഗങ്ങൾ ഓരോ ജില്ലയിലും ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ റാലി ഇന്നലെ രാത്രി നടന്നിരുന്നു. എന്തായാലും വലിയ രീതിയിൽ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ സജീവമായി നിർത്തുക എന്നുള്ള അജണ്ടയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ വിമർശനമായിരുന്നു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും കൂടാതെ ശശി തരൂർ അടക്കമുള്ളവരുടെ വിമർശനങ്ങൾക്കെതിരെയും ഉയർന്നത്. പ്രധാനമായി ശശി തരൂരിനെ ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ വിമർശനങ്ങൾ നേതാക്കൾ ഉന്നയിച്ചു. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. കാരണം ആദ്യം PJ കുര്യനാണ്, മുതിർന്ന നേതാവ് PJ കുര്യനാണ് ശശി തരൂരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. അതിനുശേഷം നിരവധി നേതാക്കൾ, അതായത് ശശി തരൂരിന്റെ അച്ചടക്ക ലംഘനത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ജോൺസൺ എബ്രഹാം കൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതുകൂടാതെ പുനഃസംഘടന വൈകുന്നതിനെയും വിമർശനം ഉന്നയിച്ചിരുന്നു. കൂടാതെ വനിതാ നേതാക്കൾക്ക് അല്ലെങ്കിൽ വനിതാ പ്രവർത്തകർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഷാനിമോൾ ഉസ്മാൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങളായിരിക്കും KPCC നടത്താൻ പോകുന്നത്. പുനഃസംഘടന വേഗത്തിലാക്കാനുള്ള നടപടികൾ എന്തായാലും KPCC ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടികയും 3 ദിവസത്തിനകം തയ്യാറാക്കി അതാത് ജില്ലകളുടെ ചുമതലയുള്ള KPCC സെക്രട്ടറിമാർക്ക് കൈമാറണമെന്നുള്ള നിർദ്ദേശം K സുധാകരൻ ഇന്നലെ നൽകിക്കഴിഞ്ഞു. ഇത് കൂടാതെ ആ പട്ടിക പരിശോധിച്ച് പരാതികളെല്ലാം പൂർത്തിയാക്കി 10 ദിവസത്തിനകം KPCC ഇത് സംബന്ധിച്ച് പട്ടിക കൈമാറണമെന്നുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. എന്തായാലും ഈ രീതിയിൽ പുനഃസംഘടന വേഗത്തിലാക്കാനുള്ള നടപടികൾ KPCC ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ശശി തരൂരിനെതിരെയും കൂടാതെ മറ്റ് എംപിമാരായ K മുരളീധരൻ, MK രാഘവൻ അടക്കമുള്ള ഇടഞ്ഞു നിൽക്കുന്ന എംപിമാരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ ആ ഇടഞ്ഞു നിൽക്കുന്ന എംപിമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ തീവ്രത പകരുന്ന വിമർശനങ്ങളും യോഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സജിത്ത്. ശരി. എന്തായാലും അതാണ് പ്രധാനപ്പെട്ട തലസ്ഥാന വാർത്തകൾ. എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇടതുമുന്നണി യോഗം, മന്ത്രിസഭാ യോഗം, ഒപ്പം തന്നെ KPCCയുടെ നീക്കമടക്കമുള്ള രാഷ്ട്രീയ വാർത്തകൾ ഇന്ന് തലസ്ഥാനത്തെ നിർണായകമാക്കുമെന്നാണ് ചുരുക്കം. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതിയിൽ ഇന്നൊരു കേസുണ്ട്, അരിക്കൊമ്പൻ കേസ്. അരിക്കൊമ്പൻ കേസ് കഴിഞ്ഞ ദിവസം കുറേ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ ചിന്നക്കനാലിൽ തുടരുകയാണ്. എന്തായാലും ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യമാണ്. എന്താണ്, അരിക്കൊമ്പനെ പിടികൂടണോ അതോ റേഡിയോ കോളർ അടക്കം
ഘടിപ്പിച്ച് വിട്ടാൽ മതിയോ എന്ന കാര്യത്തിലടക്കം ഇന്നൊരു തീരുമാനമുണ്ടാകും. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്ത് പ്രതീക്ഷിക്കണം ഇന്ന് കോടതിയിൽ? ഇന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. എന്താണ് ഒരു സൂചന എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? റേഡിയോ കോളർ അടക്കം ഘടിപ്പിച്ച് വിട്ടാൽ മതി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെയും പുറത്തു വന്ന സാഹചര്യമുണ്ടല്ലോ. എന്തായിരിക്കും കോടതിയിൽ നിന്ന് അരിക്കൊമ്പൻ വിഷയവുമായി, അരിക്കൊമ്പന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിനി, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടുക്കിയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഇന്നത്തെ ഹൈക്കോടതി നടപടികളെ കാണുന്നത്. കാരണം ഈ മേഖലകളിൽ ഭീതി പരത്തി നിരവധി ജീവനുകൾ അപഹരിച്ച അരിക്കൊമ്പനെ പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് അപ്രതീക്ഷിതമായ കോടതി ഇടപെടൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായത്. മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി മെരുക്കിയെടുക്കുന്നത് ഒരു ശാശ്വതമായ പരിഹാരമല്ല എന്ന വിലയിരുത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ആനയെ മാറ്റുന്നതല്ലേ അഭികാമ്യം എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം റേഡിയോ കോളർ ഉപയോഗിച്ച് ഈ ആനയുടെ ചലനങ്ങളും മറ്റുമൊക്കെ നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടല്ലോ എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മയക്കുപിടി വെച്ച് പിടികൂടുന്നത് ഒഴിവാക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏത് തരത്തിലാവണം ഈ ആനയുടെ മാറ്റം, റീലൊക്കേഷൻ എന്നത് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നതിനായി ഒരു 5 അംഗ സമിതിയെ കോടതി നിയോഗിച്ചിരുന്നു. ഈ സമിതി കഴിഞ്ഞ ദിവസം ശാന്തൻപാറ, ചിന്നക്കനാൽ മേഖലകളിലൊക്കെ പോയി ഈ ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയ ശേഷം ഇന്നലെ ഏതാണ്ട് രാവിലെ 10:30 മുതൽ രാത്രി 11:30 വരെ കൊച്ചിയിലെ ഈ അമിക്കസ് ക്യൂറിയുടെ വീട്ടിൽ യോഗം ചേരുകയും വളരെ വിശദമായ റിപ്പോർട്ട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുകയും ചെയ്തു. എന്തായാലും സമിതി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഈ ഇടുക്കിക്കാർക്ക് ആശ്വാസത്തിന് വക നൽകുന്നതാണ്. കാരണം ജനങ്ങളെ ആണ് മുഖ്യമായി ഇതിൽ പരിഗണിച്ചിരിക്കുന്നത് എന്ന കാര്യം, ജനങ്ങളെ ആശങ്കകൾ പ്രതിഫലിക്കുന്ന ഒരു റിപ്പോർട്ടാവും നൽകുക എന്ന സൂചനകളാണ് നൽകുന്നത്. എന്നാൽ അരിക്കൊമ്പനെയും ഇക്കാര്യത്തിൽ പരിഗണന ഉണ്ടാവും. അതുകൊണ്ട് ഈ റീലൊക്കേഷൻ, ഈ സ്ഥാനം മാറ്റുക എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സ്ഥാനം മാറ്റുക തന്നെ വേണ്ടിവരും എന്നൊരു നിഗമനത്തിലേക്കാണ് കമ്മിറ്റി എത്തുകയും ചെയ്തത്. നമുക്കറിയാം, ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഈ സന്നദ്ധ രംഗത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഈ കമ്മിറ്റിയിൽ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. പക്ഷേ ഒരു സമവായത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ഇന്നലെ അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സമവായത്തിന് അധിഷ്ഠിതമായ റിപ്പോർട്ടാകും ഇന്ന് ഹൈക്കോടതിയിൽ. യെസ്, അതാണ് അനീഷ് വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിലെ നീക്കങ്ങൾ നിർണായകമാണ്. നമുക്ക് ഇടുക്കിയിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. കാരണം ഹൈക്കോടതി തീരുമാനം പ്രതിഫലിക്കുന്ന ഇടം ഇടുക്കി ചിന്നക്കനാൽ, ഈ പ്രശ്നബാധിത അരിക്കൊമ്പൻ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മേഖലകളാണ്. അവിടുത്തെ ജനങ്ങളുടെ നീക്കമാണ് ഏതായാലും പ്രധാനപ്പെട്ടത്. പ്രിൻസ് ജെയിംസ് കൂടി അവിടെ നിന്നും ചേരുന്നു. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഹൈക്കോടതി നീക്കം അങ്ങേറ്റം നിർണായകമാണ്. കാരണം ഇന്നത്തെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകൂ. എന്തായാലും അനീഷ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കോടതിയിൽ നിന്നും ചില അനുകൂല നീക്കങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ശുഭപ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ജനങ്ങളുടെ വികാരങ്ങൾ കൂടി പ്രതിഫലിക്കുന്നതായിരിക്കും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീരുമാനമുണ്ടായാൽ വനംവകുപ്പിന്റെ നടപടി ഇന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ? കാരണം കോടതി പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സജ്ജമാണോ നിലവിൽ അവിടുത്തെ വനംവകുപ്പ് സംഘം? പ്രിൻസ്. ഗുഡ് മോർണിംഗ് സജിത, രഞ്ജിനി. വനംവകുപ്പ് റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ വനംവകുപ്പ് റിപ്പോർട്ട് അനുകൂലമായ എല്ലാവിധ നടപടികളും ഉടൻ ആരംഭിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ട് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തിയപ്പോഴും അവരെ മേഖലയിലുള്ള ജനങ്ങളുമായി സംവദിച്ചപ്പോഴുമൊക്കെ സമാനമായ ഒരു വിവരങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിദഗ്ധ സമിതി ഈ മേഖലയിൽ സന്ദർശിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ജനങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുതന്നെയാണ് പ്രതീക്ഷയും. ഇന്ന് റിപ്പോർട്ടിൽ അനുകൂലമായിരിക്കും. അരിക്കൊമ്പനെ പിടിമാറ്റി മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ കരുതുന്നത്. എന്തായാലും വനം വകുപ്പ് എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്, മുൻകൂട്ടി തന്നെ പൂർത്തീകരിച്ചിരുന്നു. എന്തായാലും കുങ്കിയാന താവളത്തിൽ ആരുകളെല്ലാം സജ്ജമാണ്. ഒപ്പം മറ്റ് നടപടികളിലെല്ലാം ഈ മേഖലയിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അരിക്കൊമ്പനും ഏതാനും ദിവസങ്ങളായി ഈ പ്രദേശത്തൂടെ, അതായത് ജനവാസ മേഖലയിൽ നിന്ന് ഒരുപാട് മാറാതെ, അല്ലെങ്കിൽ ഈ ദൗത്യം നിശ്ചയിച്ചിരിക്കുന്ന മേഖലയിൽ നിന്നുമൊക്കെ ഒരുപാട് മാറാതെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്, ഉൾവനത്തിലേക്ക് വലിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൗത്യം എത്രയും വേഗം പൂർത്തീകരിക്കാനാവും എന്ന് തന്നെയാണ് വനംവകുപ്പ് കരുതുന്നത്. അതിനുള്ള നടപടികൾ, അതായത് കോടതി ഉത്തരവ് അനുകൂലമായാൽ അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. സജിത്ത്.
അങ്ങനെ കോടതി നടപടികൾ അനുകൂലമാവുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും നടത്തി വനം വകുപ്പ് അവിടെ കാത്തിരിക്കുകയാണ്. അരിക്കൊമ്പനെ പിടികൂടാമെന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ തുടർന്നുള്ള നീക്കങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്നുണ്ടാകും. പ്രിൻസാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ അനീഷ് അവിടെ നിന്നും ചേരുന്നുണ്ട്. അനീഷ്, ഈ ഹൈക്കോടതിയിൽ മറ്റൊരു കേസുള്ളത് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസാണല്ലോ. ഈ ലൈഫ് മിഷൻ ഇടപാട് കേസിൽ എന്ത് പ്രതീക്ഷിക്കണം? കോടതി നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും ഇതിൽ? എന്തായാലും ശിവശങ്കർ കസ്റ്റഡിയിലായിട്ട് അല്ലെങ്കിൽ അറസ്റ്റിലായിട്ട് ഇന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ്. കാരണം ഫെബ്രുവരി 22-നാണ് അദ്ദേഹം അറസ്റ്റിലായത്. ഒരു മാസവും ഏതാനും ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും അധികം ദിനം ഇപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞിരിക്കുന്ന ആൾ ശിവശങ്കറാണ്. ഇതിനിടയിൽ കേസിൻ്റെ ഒന്നാം പ്രതിയായ സന്തോഷിപ്പിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ED വേട്ടയാടുകയാണ് എന്ന വാദമാണ് ശിവശങ്കർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തൻ്റെ അനാരോഗ്യവും കോടതിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. താൻ അർബുദ രോഗബാധിതനായി തന്നെ വല്ലാതെ വേട്ടയാടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ED ബാധിക്കുന്നത് പതിവായി അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ അറസ്റ്റിലാകുമ്പോൾ നേരത്തെ പല കേസുകളിലും അറസ്റ്റിലായപ്പോഴും അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് ശിവശങ്കർ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതെന്നാണ്. കൃത്യമായ ഒരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാണ്. ആദ്യ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ആ സ്വർണ്ണക്കടത്തിൽ ലഭിച്ച പണം വിദേശത്തേക്ക് കടത്തി എന്നതും ഈ രാജ്യദ്രോഹ കുറ്റമടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ജാമ്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ ജാമ്യം നൽകുന്നത് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങളെ ഏറെ ദോഷകരമായി ബാധിക്കും എന്ന ഒരു നിലപാടാണ് EDയുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കുക. ഒപ്പം ഇത്തരം കാര്യങ്ങൾ ഈ ആദ്യ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം വിദേശത്തേക്ക് അയച്ചു അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വാദമുഖങ്ങളൊക്കെ ആണ് അവസാന വട്ടം വാദം നടന്നപ്പോൾ ഉയർന്നു വന്നത്. ഇന്ന് കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നമുക്കിനിയും അറിയേണ്ടത്. രഞ്ജിനി. യെസ്, അപ്പോൾ പ്രഭാത കേരളം തുടരുകയാണ്. പ്രഭാത കേരളം ഇനി കടക്കുന്നത് ചില അന്തർദേശീയ വാർത്തകളിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. താനുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ പോൺ താരത്തിന് പണം നൽകിയ കേസിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. 34 കുറ്റങ്ങളാണ് ട്രംപിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ കോടതിയെത്തിയാണ് ട്രംപ് കുറ്റങ്ങൾ വായിച്ചു കേട്ടത്. തനിക്കെതിരായ കുറ്റങ്ങൾ ട്രംപ് കോടതിയിൽ നിഷേധിച്ചു. ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിലെത്തിയ ട്രംപ് അനുയായികളെ അഭിസംബോധന ചെയ്തു. അമേരിക്ക നാശത്തിലേക്ക് നീങ്ങുന്നുവെന്നും രാജ്യത്തിനായി നീങ്ങുന്നതാണ് തനിക്കെതിരെയുള്ള കേസുകൾക്ക് കാരണമെന്നും ട്രംപ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. And I never thought anything like this could happen in America. Never thought it could happen. The only crime that I have committed is to fearlessly defend our nation from those who seek to destroy it. From the beginning, the Democrats spied on my campaign. Remember that? They attacked me with an onslaught of fraudulent investigations. എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഡൊണാൾഡ് ട്രംപ് കോടതിയിൽ ഹാജരായത്. 100 കണക്കിന് അനുയായികൾ ട്രംപിന് പിന്തുണയുമായി കോടതി പരിസരത്തും തടിച്ചുകൂടിയ സാഹചര്യമുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി സരുൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഏറെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തെ ഏറെ തരത്തിൽ സ്വാധീനിക്കുന്ന ഒരു നീക്കം കൂടിയാണ് അവിടെ ഇന്നലെ അമേരിക്കയിൽ ഉണ്ടായത്. ട്രംപിന്റെ നീക്കം എന്താണ് ഇന്നലെ നടന്നത്? ഇനി എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? സരുൺ. സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കേട്ട ട്രംപിന്റെ വാക്കുകൾ. ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയിട്ടില്ല, അരുതാത്തതാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക നാശത്തിലേക്കാണ് നീങ്ങുന്നത്. അക്ഷരാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞത് ശരിയാണ്. കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുൻ പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ നടപടികൾക്ക് വിധേയനാകുന്ന ആദ്യത്തെ അമേരിക്കൻ മുൻ പ്രസിഡന്റാണ് ട്രംപ്. ട്രംപിനെതിരെ 34 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രിയോടെയാണ് ട്രംപ് ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ കോടതിയിലെത്തിയത്. കോടതിയിലെത്തും മുമ്പ് ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിലെത്തുകയായിരുന്നു. ഇവിടെ ട്രംപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സാധാരണഗതിയിൽ ഒരു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ആദ്യം വിരലടയാളം ശേഖരിക്കും. പിന്നീട് ഈ കുറ്റവാളികളുടെ ഡ്രസ്സിൽ, അമേരിക്കയിലാണെങ്കിൽ അത് ഓറഞ്ച് നിറത്തിലുള്ള ഡ്രസ് ധരിപ്പിച്ച് ഫോട്ടോയെടുക്കും. പിന്നീട് വിലങ്ങണിയിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ് പതിവ്. പക്ഷേ ട്രംപിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല. ട്രംപിന്റെ വിരലടയാളം മാത്രം ശേഖരിച്ചു. പിന്നീട് വന്ന വസ്ത്രം ധരിച്ചു തന്നെ ട്രംപ് കോടതിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. കോടതിയിലെത്തിയ
ട്രംപിനെതിരെയുള്ള കുറ്റങ്ങൾ ജഡ്ജി വായിച്ചു കേൾപ്പിച്ചു. അവസാനം ട്രംപ് തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിക്കുന്നതാണ് കണ്ടത്. ഈ നടപടികളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് തത്സമയം സംപ്രേഷണം ചെയ്യാൻ അനുമതിയുണ്ടായിട്ടില്ല. ട്രംപ് കോടതിയിൽ നിൽക്കുന്ന ഏതാനും ചിത്രങ്ങൾ മാത്രമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. കനത്ത സുരക്ഷയിലായിരുന്നു ട്രംപ് ന്യൂയോർക്കിൽ നിന്നും മാൻഹട്ടനിലെത്തിയത്. തലേ ദിവസം തന്നെ ട്രംപ് കോടതിയിൽ ഹാജരാകുന്നതിനായി ന്യൂയോർക്കിൽ എത്തിച്ചേർന്നിരുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് ട്രംപിന്റെ അനുയായികൾ ഇരച്ചെത്തുകയും അവിടെ വലിയ കലാപം നടത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വലിയ സുരക്ഷാ സന്നാഹം ഈ മാൻഹട്ടനിലെ കോടതിക്കും പരിസരത്തും ഒരുക്കിയിരുന്നത്. നിരവധി ട്രംപ് അനുകൂലികൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ ഈ സമയത്ത് കോടതിയിലേക്ക് കയറുന്ന സമയത്തും അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്തും അനുയായികളെ ട്രംപ് അഭിസംബോധന ചെയ്തില്ല. ട്രംപ് ന്യൂയോർക്കിൽ നിന്നും നേരെ ഫ്ലോറിഡയിലെ തന്റെ ആഡംബര വസതിയായ മാർ-എ-ലാഗോയിലേക്കാണ് ട്രംപ് പോയത്. അവിടെ വെച്ച് ട്രംപ് തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്തു. താൻ അമേരിക്കയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് തനിക്കെതിരെയുള്ള ഈ കേസുകൾ. 2024 തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അത് കാരണമാണ് തനിക്കെതിരെയുള്ള കേസുകൾ. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നായിരുന്നു ട്രംപ് അനുയായികളോട് പറഞ്ഞത്. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിനെതിരെയുള്ള ഈ അറസ്റ്റ് നടപടികളും മറ്റും. ട്രംപിന് പുറമെ മറ്റ് നിരവധി റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ സ്ഥാനാർത്ഥിത്വവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെയും ഈ കേസും നടപടികളും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ നിർണായകമാകും. കോടതിയിൽ ഇനി വിചാരണ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ഈ കുറ്റങ്ങൾ അവസാനം കോടതിയിൽ തെളിഞ്ഞാൽ ട്രംപിന് 4 വർഷം വരെ ശിക്ഷ ലഭിച്ചേക്കാം. പക്ഷേ അമേരിക്കയിലെ ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ജയിലിൽ കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചട്ടം അമേരിക്കയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു സഹതാപ തരംഗം നേടിയെടുക്കുക എന്നതായിരിക്കും ട്രംപിന്റെ ശ്രമം. പക്ഷേ ട്രംപിനെതിരെ മറ്റ് നിരവധി കേസുകൾ കൂടി നിലവിലുണ്ട്. അതായത് ജോർജിയയിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചു, ക്യാപിറ്റോൾ ഹില്ലിലെ അക്രമം, രഹസ്യരേഖകൾ വീട്ടിൽ കൊണ്ടുപോയി തുടങ്ങിയ നിരവധി കേസുകൾ ട്രംപിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെയും ഇനിയുള്ള ദിവസങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രമേ മുന്നിലുള്ളൂ. സജിത്, രഞ്ജിനി. തീർച്ചയായും എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നീക്കമാണ് അവിടെ നടക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് കോടതിയിലെത്തിയത്. 100 കണക്കിന് അനുയായികൾ ട്രംപിന് പിന്തുണയുമായി കോടതി പരിസരത്തടക്കം എത്തുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. അതാണ് സാഹചര്യം. അപ്പോൾ നമ്മൾ കണ്ടത് പൊതുവിൽ സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രമാണ് കണ്ടത്. നമുക്കിനി ഇന്നത്തെ ദിനപത്രങ്ങളുടെ പൊതുചിത്രം എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. KP അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. മധു കേസ് അടക്കം കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ എങ്ങനെ പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നതായിരിക്കും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇന്ന് ദിനപത്രങ്ങളുടെ ഒരു ഉള്ളടക്കം? അഭിലാഷ്. ഗുഡ് മോർണിംഗ് സജിത്, ഗുഡ് മോർണിംഗ് രഞ്ജിനി. സൂചിപ്പിച്ചതുപോലെ തന്നെ അട്ടപ്പാടിയിലെ മധു വധക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് SC/ST കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. ഇന്നാണ് ശിക്ഷാവിധി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാർത്താ ദിനം പ്രധാനമായും കടന്നുപോയത് മധുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. എല്ലാ ദിനപത്രങ്ങളും അവരുടെ പ്രധാന തലക്കെട്ടായി മധുവിനെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മലയാള പത്രങ്ങളുടെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുമ്പോഴടക്കം അവരവരുടേതായ വാർത്തകൾ എല്ലാ പത്രങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മറ്റു വിഷയങ്ങളിൽ എന്നതും എടുത്തു പറയേണ്ടതാണ്. ആ പത്രവാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. ന്യൂസ് 18 പത്രത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മധുവിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. എല്ലാ പത്രങ്ങളും അവരുടെ പ്രധാന തലക്കെട്ടായി മധുവിനെ തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ളടക്കത്തിൽ എഡിറ്റോറിയൽ പേജിലും മധുവിന്റെ കേസുമായി ബന്ധപ്പെട്ട ചരിത്രം, മധുവിന്റെ അമ്മ മല്ലിയും സഹോദരിമാരും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള നീതിപീഠത്തിന് മുന്നിലെ പോരാട്ടം, ഇടയ്ക്ക് പലപ്പോഴായി പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറിയത്, എന്തൊക്കെ കുറ്റം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പത്രങ്ങളിലേക്ക് കണ്ണോടിച്ചപ്പോൾ ഏറ്റവും ആകർഷകമായ ഒരു തലക്കെട്ട് തോന്നിയത് മാധ്യമത്തിൻ്റെതാണ്. പ്രത്യേകിച്ച് ക്രൂശിലേറ്റപ്പെട്ട മധുവിന്റെ ചിത്രം ആണ് അവർ നൽകിയത്.
ഇത് ഒരു ഈസ്റ്റർ കാലം കൂടിയാണ്. യേശുദേവൻ ക്രൂശിലേറ്റപ്പെടുകയും അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമം സിംബോളിക്കായി ആ ചിത്രം നൽകിയത് കൊണ്ടാണ് ഈ മാധ്യമത്തിന്റെ തലക്കെട്ട് പത്രവാർത്തയിൽ ആദ്യമായി തന്നെ ഉൾപ്പെടുത്തിയത്. പ്രത്യേകിച്ച് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഒരു ഉയിർപ്പ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ആദിവാസി വിഭാഗമാണ്, അവർ അധികമൊന്നും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ളവരല്ല. ഈ മല്ലിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മല്ലി അക്ഷരാഭ്യാസമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല. അമ്പലത്തിൽ പോകാൻ മാത്രം ഊരുവിട്ട് പുറത്തു പോകുന്ന ഒരു സ്ത്രീ മലയാളം പോലും പഠിക്കുന്നത് ഈ നീതിപീഠത്തിന് മുന്നിലേക്ക് എത്തിയപ്പോഴാണ്. ആ ഒരു ഉയിർപ്പ് തീർച്ചയായും ഈ ജനങ്ങൾക്കടക്കം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു സിംബോളിക്കായി മാധ്യമം ഈ തലക്കെട്ടിനെ നൽകുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ എലത്തൂരിലെ ട്രെയിൻ അക്രമവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ടായി മാറിയിട്ടുള്ള മറ്റൊന്ന്. പ്രത്യേകിച്ച് ഈ കേസിൽ അന്വേഷണം തുടരുക തന്നെയാണ്. ആരാണ് അക്രമിയെന്നോ എന്തിനാണ് അക്രമം നടത്തിയതോ എന്നതിലും ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് സംഘം UP കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് NIA. കൂടുതൽ സംഘങ്ങൾ ഇന്ന് പുറപ്പെടുന്നു എന്നത് ഉൾപ്പെടെയുള്ള വാർത്തകളാണ് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയുടെ തലക്കെട്ടാണ് ഇവിടെ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്. അല്പസമയം മുമ്പ് സരുണേജസ് വിശദമായി നൽകിയ റിപ്പോർട്ട് ട്രംപിന് എതിരെയുള്ള കുറ്റം, ട്രംപ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. അവിഹിത ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയ കേസിൽ ആണ് ട്രംപിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മുൻ പ്രസിഡന്റ് ക്രിമിനൽ കുറ്റത്തിന് വിധേയനാക്കപ്പെട്ടു എന്നതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ പത്രങ്ങൾ എല്ലാം വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് സൂചിപ്പിച്ചതുപോലെ റംസാൻ വിഷു കാലം ആണ്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ ആയിട്ടുള്ള, അതായത് കേരളത്തിന്റെ ഖജനാവ് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ് എങ്കിലും സർക്കാർ ഈ ക്ഷേമ പെൻഷനുകൾ, മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ക്ഷേമ പെൻഷൻ വിതരണം 10-ാം തീയതി മുതൽ ആരംഭിക്കും എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും 1-ാം പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ദേവികുളം MLA ആയിരുന്ന രാജ അയോഗ്യനാക്കപ്പെട്ടിരുന്നു. അദ്ദേഹം സംവരണ സീറ്റിലേക്ക് ആണ് മത്സരിച്ചത്. എന്നാൽ അതിന് യോഗ്യനല്ല എന്ന് കോടതി കണ്ടെത്തുകയും അങ്ങനെ അയോഗ്യനാക്കപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ആ അയോഗ്യതയ്ക്ക് വിലക്ക് അല്ലെങ്കിൽ മരവിപ്പിച്ച് നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും അയോഗ്യനാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കും ദേവികുളത്തിന് ഒരു MLA ഉണ്ടോ എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ വാർത്ത എല്ലാ പത്രങ്ങളും അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇത്രയും വാർത്തകളാണ് എല്ലാ മാധ്യമങ്ങളും തന്നെ 1-ാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, കേരള കൗമുദി, ദീപിക ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും. അതേസമയം സ്വന്തം വാർത്തകളിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുള്ളത് മലയാള മനോരമയാണ്. അത് വട്ടം ചുറ്റിച്ച് മെഡിസെപ്പ് എന്നുള്ളതാണ്. 1-ാം പേജിൽ വാർത്ത നൽകുകയും ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാഴ്ചപ്പാടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് മെഡിസെപ്പ് ത്രൂ ആണ്. പലരും ഈ ക്യാഷ്ലെസ് ആയിട്ട് ചികിത്സയ്ക്ക് എത്തുകയും പിന്നീട് ഡിസ്ചാർജ് ആയതിനു ശേഷവും പണം ഇൻഷുറൻസ് കമ്പനികൾ നൽകാത്ത ഒരു സാഹചര്യവുമുണ്ട്. അങ്ങനെ വട്ടം ചുറ്റുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ പരാതിപ്പെടുന്നുണ്ട്. ഈ മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ഒരു പരാതിയാണ് നിലനിൽക്കുന്നത്. ആ വാർത്ത വലിയ ഗൗരവത്തോടു കൂടി നൽകിയിരിക്കുകയാണ് മലയാള മനോരമ. ഒപ്പം മാതൃഭൂമിയുടെ ഉള്ളടക്കത്തിൽ വാണിജ്യ പേജിലേക്ക് കടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ ബജറ്റ് അവതരിപ്പിക്കുകയും ആ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തത് ഈ ഏപ്രിൽ 1-ാം തീയതി മുതലാണ്. തീർച്ചയായും എല്ലാ മലയാളികളുടെയും കുടുംബ ബജറ്റ് താളം തെറ്റുമ്പോൾ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ വർധനവ്, അതായത് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബജറ്റിന് തകിടം മറിക്കുന്ന തരത്തിൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. അവിടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും മെറ്റൽ, എംസാൻഡ്, പീസാൻഡ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില എത്ര ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരു സിമന്റ് കട്ടയ്ക്ക് പോലും 29% വിലയാണ് വർദ്ധിച്ചത്. 35 രൂപ വിലയുണ്ടായിരുന്ന ഒരു സിമന്റ് കട്ട ഇപ്പോൾ വാങ്ങണമെങ്കിൽ 45 രൂപയായി ഉയർന്നിരിക്കുന്നു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതേ മാതൃഭൂമി തന്നെ മറ്റൊരു വാർത്ത ഇന്നലെ പത്രവാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ സൂചിപ്പിച്ച ഒന്നാണ് ഈ വിലക്കയറ്റം ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. ചെറുനാരങ്ങയുടെ വില 1 കിലോയ്ക്ക് 150 രൂപയായി ഉയർന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ ഞാൻ
അതിൽ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ പൈനാപ്പിളിന്റെ വില 50 രൂപ 53 രൂപ വരെ 1 കിലോയ്ക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടമാണ്. നോമ്പ് തുറയുടെയൊക്കെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ നോമ്പ് മുറിച്ചതിന് ശേഷം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ കൂടുതൽ കഴിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈസ്റ്റർ ആയി ബന്ധപ്പെട്ടും നോമ്പ് കാലഘട്ടമാണ്. അങ്ങനെ ഒരു സമയത്താണ് ഈ വില പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കുമൊക്കെ വർദ്ധിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ഒരു സംവിധാനവുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് മാതൃഭൂമി. ദേശാഭിമാനി പ്രധാനപ്പെട്ട പേജിൽ, 1-ാം പേജിൽ തന്നെ ഉൾക്കൊള്ളിച്ച ഒരു വാർത്ത ജീവന്റെ തുടിപ്പ് കാവലായി പോലീസ് എന്നുള്ളതാണ്. പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന സമീപനങ്ങളടക്കം വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ ഇന്നലെ നവജാത ശിശുവിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച സംഭവമുണ്ടായി. ആ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പക്ഷെ ജീവന്റെ തുടിപ്പുണ്ട് എന്നറിഞ്ഞതും പോലീസ് മറ്റൊന്നും ആലോചിക്കാതെ ഉടൻ ആ കുഞ്ഞുമായി ഓടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൈറലാണ്. അത് തലക്കെട്ട് വാർത്തയായി 1-ാം പേജിൽ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളും ഉള്ളടക്കത്തിൽ ഉൾപ്പെടെ ഈ വാർത്ത ക്യാരി ചെയ്തിട്ടുണ്ട്. KPCC യോഗം നടന്നിരിക്കുന്നു. KPCC യോഗം കഴിഞ്ഞ ദിവസം നടന്നു. ശശി തരൂരും അതോടൊപ്പം തന്നെ K മുരളീധരനും ഒക്കെ വലിയ വെല്ലുവിളിയാണ് പാർട്ടിക്കകത്ത് ഉയർത്തുന്നത് എന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു മലയാളം പത്രവും 1-ാം പേജിലേക്ക് ഈ വാർത്തയെ ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും KPCCക്കകത്ത്, കോൺഗ്രസിനകത്ത് ഈ തമ്മിത്തല്ല് നടക്കുമ്പോൾ അത് ഉൾപേജിലാണ് എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മംഗളം ആണ് നയപരമായ വിഷയങ്ങളിൽ ലക്ഷ്മണരേഖ ലംഘിക്കുന്നു എന്ന തരത്തിൽ ശശി തരൂരിനും മുരളീധരനും എതിരായ വിമർശനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇന്നലെയുണ്ടായ അപകടം, മഞ്ഞ് മല ഇടിഞ്ഞ് എന്ന് തന്നെ പറയാവുന്ന അപകടത്തെ സംബന്ധിച്ച വാർത്ത ആണ് എല്ലാ പത്രങ്ങളും തന്നെ പ്രധാനപ്പെട്ടതായി 1-ാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഹിന്ദു അതിൽ ഒരു പ്രധാന ചിത്രം, അതായത് ഈ മഞ്ഞു പാളികൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ ചിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വാർത്ത സിക്കിമിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വാർത്ത വളർച്ചയെ സംബന്ധിച്ച്, അതായത് ദേശീയ തലത്തിൽ ഈ ആഗോള തലത്തിൽ സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ അതിനെ അതിജീവിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ചയിലേക്ക് ഇന്ത്യ കടക്കുമോ എന്ന സംശയം ഉണ്ട്. ലോകബാങ്കാണ് ഇത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. 6.3 എന്ന തരത്തിലേക്ക് വളർച്ച കുറയും എന്ന തരത്തിൽ ഉള്ള റിപ്പോർട്ട് ആണ് ഇവിടെ ഹിന്ദു ഗൗരവമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദു വാർത്ത ഈ തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ പത്രമെടുത്താൽ ആദ്യം പോവുക സ്പോർട്സ് പേജിലേക്കാണ്. IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഡൽഹിക്ക് ഒപ്പമുണ്ട് എന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഋഷഭ് പന്ത് കളി കാണാൻ എത്തി എന്നുള്ളത്. അപകടത്തിൽപ്പെട്ട ഋഷഭ് പന്ത് ചികിത്സയിലാണ്. അദ്ദേഹം കളിക്കളത്തിലേക്ക് എപ്പോഴാണ് വരിക എന്നറിയില്ല. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഋഷഭ് പന്തിന്റെ ഒരു സാന്നിധ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ചിത്രം സഹിതം നൽകുകയും ചെയ്തിട്ടുണ്ട്. പത്രവാർത്തകളിൽ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട നിരവധി ഉള്ളടക്കങ്ങൾ, അതായത് ഓരോ പത്രങ്ങളും അവരുടേതായ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ എല്ലാ പത്രങ്ങളും തന്നെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ വാർത്തകൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് അടക്കം വാർത്താ ദിനത്തിൽ നിറയാൻ പോകുന്ന മധു വധക്കേസിലെ ശിക്ഷ, എലത്തൂരിലെ ട്രെയിൻ അക്രമത്തിൽ ഇനിയുണ്ടാകാൻ പോകുന്ന സാധ്യതകൾ ഒക്കെയാണ് പ്രധാനമായും പത്രങ്ങൾ അവരുടെ പ്രധാന തലക്കെട്ടായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സജിത്ത്, രഞ്ജിനി. അഭിലാഷാണ് ഇന്നത്തെ പത്രങ്ങളുടെ ഒരു പൊതുചിത്രം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും സമഗ്രമാണ് ഇന്നത്തെ പത്രം എന്നതാണ് അതിന്റെ ഒരു പൊതു ചുരുക്കം. അപ്പോൾ പ്രഭാത കേരളം നമ്മളിവിടെ ഈ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിലെ ചടങ്ങുകളും മറ്റ് അതിന്റെ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകതകൾ, ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന ചടങ്ങുകളുടെ ഒരു പ്രത്യേകത ഒക്കെ വിശദീകരിക്കാൻ ക്ഷേത്രത്തിന്റെ PRO കൂടിയായ ശ്രീ പള്ളിക്കൽ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. എന്താണ് ഇന്നിവിടെ നടക്കുന്ന ചടങ്ങുകളുടെ പ്രത്യേകത? എന്താണ് അതിന്റെ ഈ മൊത്തത്തിലുള്ള ഈ പ്രപഞ്ച യാഗത്തിന്റെ പ്രത്യേകത? അക്ഷര ദേവിമാരുടെ പ്രതിഷ്ഠ കൊണ്ട് ധന്യമാർന്ന ക്ഷേത്രമാണ് പൗർണമിക്കാവ് ക്ഷേത്രം. 51 അക്ഷര ദേവിമാരെ പ്രതിഷ്ഠിച്ച ലോകത്തിലെ ഏക ക്ഷേത്രമാണ് പൗർണമിക്കാവ് ക്ഷേത്രം. എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ വിശദീകരിക്കുകയും ശിവസംഹിതയിൽ വേദവ്യാസൻ വ്യാഖ്യാനിക്കുകയും ശ്രീനാരായണ ഗുരുദേവൻ തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത
അക്ഷരദേവി സങ്കല്പം ശ്രീ MS ഭുവനേന്ദ്രൻജിയുടെ നേതൃത്വത്തിൽ സാക്ഷാത്കരിച്ച ലോകത്തിലെ ഏക ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന ചടങ്ങ് പ്രപഞ്ച യാഗമാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതമയമായ പ്രകൃതിയിൽ കുറവുകൾ വരുമ്പോൾ അത് ബാധിക്കുന്നത് മനുഷ്യരെയാണ്. ഭൂമി മനുഷ്യ ശരീരവും, ജലം ശരീരത്തിനുള്ളിലെ രക്തം, വിയർപ്പ്, തുപ്പൽ, മൂത്രം തുടങ്ങിയ ജലാംശങ്ങളും, അഗ്നി വിശപ്പും ദഹനവും, വായു ശ്വസിക്കുന്ന വായുവും, ആകാശം മനസ്സിന്റെ ചിന്തകളുമാണ്. പ്രകൃതിയിൽ മാറ്റം വരുമ്പോൾ അത് ജീവജാലങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ആദ്യം വരുന്നത് മനുഷ്യനിലായതുകൊണ്ട് പ്രകൃതി വിരുദ്ധ ചിന്തകളും നടപടികളും കർമ്മങ്ങളും നടത്തുന്നത് മനുഷ്യനായതുകൊണ്ട് അവരെ ബാധിക്കും. ഭൂമികുലുക്കം, ഈശ്വരീയ സങ്കല്പത്തിന്റെ മാറ്റം, അതൊക്കെ വ്യക്തികളിൽ ബാധിക്കാതിരിക്കാൻ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും നോക്കാതെ പ്രപഞ്ചയാഗത്തിൽ പങ്കെടുക്കുന്ന ഒരാളിന് ഒരു കുറവുകളും വരില്ല. ശക്തിയും ഭക്തിയും ബുദ്ധിയും ശ്രദ്ധയും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതല്ല. സ്കൂളിൽ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്. പ്രപഞ്ചയാഗത്തിൽ പങ്കെടുക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. ഭാരതത്തിലെ 251 ലോക പ്രശസ്തരായ തന്ത്രിമാർ ഈ മഹായാഗത്തിൽ പങ്കെടുക്കുകയാണ്. അവർ പൂജിക്കുന്ന ക്ഷേത്രത്തിൽ ചെന്നാൽ കാണാൻ കഴിയാത്ത മഹാരഥന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവിടെ വന്നുകൂടിയിട്ടുള്ള ഭക്തജനങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ ദിവസങ്ങളോളമുള്ള യാത്രയും സാമ്പത്തികമായ ചെലവുകളും ഉണ്ടാവും. അവർക്കെല്ലാം ഈ പ്രപഞ്ചയാഗത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഭാരതത്തിലെ ലോകമറിയപ്പെടുന്ന 51 ക്ഷേത്രങ്ങളിൽ പോയ പ്രതീതി ഈ മഹാക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്നാൽ അവർക്ക് ലഭിക്കും. ഈശ്വരീയ സങ്കല്പത്തിന്റെ ആ വൈശിഷ്ട്യം മനസ്സിലാക്കി ഞങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ 100 ഇരട്ടി ആളുകളാണ് പൗർണമിക്കാവിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ച പ്രതീക്ഷകളെയെല്ലാം അതിജീവിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ 4 മണി മുതൽ രാത്രി 12:30 വരെ. ആ 12:30 ഒരു പ്രത്യേകതയുണ്ട്. ഭദ്രകാളി യാമമാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവി ബാലഭദ്രയാണ്. ലോകത്തിൽ ഒരിടത്തുമില്ലാത്ത ഹാലാസ്യ ശിവ ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. മക്കൾ അച്ഛനോട് ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ സാധിക്കുന്നത് പോലെ ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സാക്ഷാത്കരിക്കാൻ അവർക്ക് ദേവി അനുവദിച്ചിരിക്കുന്ന സമയം 1 മാസമാണ്. ഒരു പൗർണമിക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ അടുത്ത പൗർണമി ആവുമ്പോൾ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം അവർക്ക് ലഭിച്ചിരിക്കുന്നു. വിദേശികൾ ഹൗ യു തിങ്ക് സോ യു ഫോം എന്ന് പറയും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കും. തോട്ട് വേവ്സും സൗണ്ട് വേവ്സും, ചിന്താ തരംഗങ്ങളും ശബ്ദ തരംഗങ്ങളും നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ്. ഹൗ യു തിങ്ക് സോ യു ഫോം എന്ന് പറയും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കും. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സെടുത്ത് കാണിക്കാൻ പറ്റില്ല. മസ്തിഷ്കം എടുത്ത് കാണിക്കാം. ഇല്ലാത്ത അവയവമായ മനസ്സിനെ കേന്ദ്രീകരിച്ച് ഉള്ള അവയവമായ മസ്തിഷ്കം എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ്. മുസൽമാൻ എന്നോ ക്രൈസ്തവനെന്നോ ഹിന്ദുവെന്നോ BJP കാരനെന്നോ കോൺഗ്രസുകാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് അറിയില്ല. നല്ല ചിന്തകൾ കൊണ്ട് നന്മയിലേക്ക് എത്താൻ, നല്ല വാക്കുകൾ കൊണ്ട് നന്മയിലേക്ക് എത്താൻ, നല്ല ഈശ്വരീയ ദർശനം കൊണ്ട് ഔന്നത്യത്തിലെത്താൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ ശാസ്ത്രം മറ്റ് 3 യുഗങ്ങളിൽ നടന്ന കൃത, ത്രേത, ദ്വാപര യുഗങ്ങളിൽ നടന്ന പുസ്തകങ്ങളിൽ കൂടി വായിച്ച് മാത്രം അറിയുന്ന ഒരു കാര്യം തിയറി ഇവിടെ പ്രാക്ടിക്കലാക്കുകയാണ്. ആ പ്രായോഗിക കർമ്മത്തിൽ വന്ന് പങ്കെടുത്ത ഭക്തജനങ്ങൾ പറയുന്നത് ഞങ്ങളിത് വായിച്ചിട്ടേ ഉള്ളൂ, ഇത് നേരിട്ട് അനുഭവിക്കാൻ കിട്ടിയ പുണ്യ മുഹൂർത്തമാണ് എന്നാണ്. ഇതിന്റെ മുഴുവൻ ഈശ്വരീയ തരംഗവും ലോകത്തിന് മുഴുവൻ എത്തുന്ന ഒരു വലിയ കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൗർണമിക്കാവ് ക്ഷേത്ര അതിന്റെ പ്രത്യേകതകളുമാണ് അദ്ദേഹം വിവരിച്ചത്. അപ്പോൾ പ്രഭാത കേരളത്തിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.
യെസ്, അപ്പോൾ പ്രഭാത കേരളം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ട്രെയിനിലുണ്ടായ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതുവരെയും 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. റെയിൽവേ സംഘം ഡൽഹിയിൽ തുടരുന്നുണ്ട്, ATS സംഘം ഡൽഹിയിൽ തുടരുന്നുണ്ട്. തീവ്രവാദ വിരുദ്ധ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ATS സംഘം അന്വേഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അശ്വിൻ വല്ലത്താണല്ലേ വാർത്തയുടെ വിശദാംശങ്ങൾ അശ്വിൻ വല്ലത്താണ് നമുക്കൊപ്പം ചേരുന്നത്. അശ്വിൻ, ഇന്ന് ഈ അന്വേഷണ സംഘം വീണ്ടും യോഗം ചേരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കേൾക്കുന്നു. ഒപ്പം തന്നെ ഈ UP കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒപ്പം ഈ കേസിൽ 2 ദിവസവുമായും ഈ പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന പരാതിയും വിമർശനമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്താണിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ തീപിടുത്തം ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണ സംഘത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഡൽഹിയിലേക്കും UPയിലേക്കും പോയത് RPFന്റെ ഉദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൂടി UPയിലേക്ക് പോയിട്ടുണ്ട്. UP കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിന് പ്രധാന കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ലഭിച്ച ബാഗും അതിലെ ചില സൂചനകളുമാണ്. ഷരൂഖ് സൈഫി എന്ന പേര് അതിലെ നോട്ട് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു, പലയിടങ്ങളിൽ ആ പേരുണ്ടായിരുന്നു. പ്രതിയുടെ എന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഈ ബാഗ് പ്രതിയുടേതാണ് എന്ന് സംശയിക്കാനുള്ള പ്രധാന കാരണം അതിൽ ഒരു കുപ്പി പെട്രോൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം UPയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. അവിടെ UP ATSന്റെ നേതൃത്വത്തിൽ ഷരൂഖ് സൈഫി എന്ന പേരുള്ള 2 പേരെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇവർക്ക് ഈ സംഭവവുമായി ബന്ധമൊന്നുമില്ല എന്നുള്ള നിലയ്ക്കാണ് UP ATSന് ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരാളെ ഇന്നലെ തന്നെ വിട്ടയക്കുകയും ചെയ്തു. പോലീസിന്റെ ഒരു അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ഇങ്ങനെയാണ്: ഈ ട്രെയിനിൽ തീ വെച്ചതിന് ശേഷം പ്രതി കണ്ണൂർ വരെ ആ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലക്കാണ്. കാരണം ഈ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് അന്ന് തിരച്ചിൽ നടത്തിയവരോ ആരും തന്നെ ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കണ്ടിട്ടില്ല. ചില CCTV ദൃശ്യങ്ങൾ പ്രതിയുടെ വസ്ത്രം എന്നതിന് സാമ്യമുള്ള അത്തരത്തിലുള്ള സൂചനകൾ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളെ കണ്ടെങ്കിലും അത് പ്രതിയല്ല എന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഈ പ്രതി കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുകയും അവിടുന്ന് മംഗലാപുരം വഴി ഡൽഹിയിലേക്ക് UPയിലേക്ക് കടന്നിട്ടുണ്ടാവാം എന്നുള്ള ഒരു അനുമാനത്തിലാണ് അന്വേഷണ സംഘം. അതുകൊണ്ടാണ് ഇത് അന്വേഷണം UPയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. അവിടെ UP ATSന്റെ നേതൃത്വത്തിൽ വേറൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ NIA സംഘം എത്തിയിട്ടുണ്ട്. NIA സംഘം ഇന്നലെ ഈ തീവച്ച കോച്ചിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് എലത്തൂരിലും പരിശോധന നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എലത്തൂരിലെ ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ഇടവഴിയിൽ നിന്ന് രക്തത്തിന്റെ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഇടവഴിയിലൂടെ ആക്രമി രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എന്നൊരു സാധ്യത ആ സമയത്ത് അന്വേഷണ സംഘം കണക്കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്തസാമ്പിളുകൾ, അവിടെ നിന്ന് കിട്ടിയ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രെയിനിലെ തീവച്ചവുമായി ബന്ധപ്പെട്ട സംഭവത്തിലെ ഈ തൊണ്ടിമുതലുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തൊണ്ടിമുതലുകൾ ഹാജരാക്കിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഇന്ന് വീണ്ടും യോഗം ചേരും. സംഭവം നടന്നിട്ട് 3ാമത്തെ ദിവസമാണ്, 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 3ാമത്തെ ദിവസമാണ്. പക്ഷേ എന്നിട്ടും പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു ആസൂത്രിതമായ ആക്രമണമാണ് എന്നുള്ള നിലയ്ക്കുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. കാരണം ഇത് ഒരാളുടെ മാത്രം പ്രവൃത്തിയാണെങ്കിൽ അധികം ദൂരം അയാൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഇത്ര കണ്ട അന്വേഷണം ശക്തമായ ഒരു സാഹചര്യത്തിൽ അധിക ദൂരം യാത്ര ചെയ്യാനോ ഒന്നും തന്നെ കഴിയുകയില്ല. പക്ഷേ ഇയാൾക്ക് കൂടുതൽ സഹായം ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ സജീവമായി പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ബാഗ്, റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ലഭിച്ച ഈ ബാഗ് അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടി അവിടെ ഉപേക്ഷിച്ചതാണോ, ബോധപൂർവം ഉപേക്ഷിച്ചതാണോ എന്നുള്ള ചില സംശയങ്ങളും ശക്തമാവുന്നുണ്ട്. കാരണം ഈ ട്രെയിൻ നിർത്തുന്നതിന് കുറെ മുൻപ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിൽ തന്നെയാണ് ബാഗ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടെ അന്വേഷണ സംഘം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാഗ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ, ഈ ലഭിച്ച ബാഗ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള സാധ്യതകളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രതിക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ചില സാക്ഷിമൊഴികൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഉത്തര കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊള്ളലുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടിയ ആളുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആ സമയത്ത് എലത്തൂരിലെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട്, മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സമയത്ത് നടന്ന മൊബൈൽ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും അന്വേഷണം നീളുന്നു. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. ചില സൂചനകൾ ലഭിച്ചു എന്നതൊഴിച്ചാൽ, ഈ സൂചനകൾ പോലും ബാഗുമായി ബന്ധപ്പെട്ടൊക്കെയുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ UPയിലേക്ക് കൂടി, ഉത്തരേന്ത്യയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു. അതോടൊപ്പം
അവിടെയുള്ള ഏജൻസികൾ UPATS ഉൾപ്പെടെയുള്ള ഏജൻസികൾ, അതേപോലെ NIA പോലെയുള്ള ഏജൻസികൾ ഇതിൽ ഇടപെടുന്നു. അത് ഈ സംഭവത്തിന്റെ ഒരു തീവ്രവാദ സ്വഭാവം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എലത്തൂരിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത്, അവിടെയാണ് ഗോഡൌൺ ഉള്ളത്. അവിടെ ഈ വാഗണുകളിൽ എത്തുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടേക്ക് SPയുടെ ഈ സ്റ്റോറേജ് ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് ബോധപൂർവം ഈ സ്ഥലം തെരഞ്ഞെടുത്തിട്ടുണ്ടോ, ഇവിടെ വെച്ച് തന്നെ ആക്രമണം നടത്തണം എന്ന് ആക്രമി ഉദ്ദേശിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്ന് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരും. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. അദ്ദേഹം കോഴിക്കോട് തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല NIA സംഘം ഇന്ന് കോഴിക്കോട്ടെത്താനും സാധ്യതയുണ്ട്. സജിത്ത്. ശരി, അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും ഇന്ന് പോലീസിന്റെ ഉന്നതതല യോഗം അവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി പ്രതിയിലേക്ക് വളരെ വേഗം എത്താൻ കഴിയുമെന്ന നിഗമനമാണ് പോലീസ് പങ്കുവെക്കുന്നത്. NIA സംഘം കൂടി ഇന്ന് കോഴിക്കോട് എത്തുന്ന ദിവസം കൂടിയാണ്. നമ്മളിനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് ചേർത്തലയിൽ പേവിഷബാധയ്ക്കുള്ള ചികിത്സയിൽ ചേർത്തല താലൂക്ക് ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച പറ്റി എന്നതാണ് വാർത്ത. റാബീസ് വാക്സിൻ എടുത്ത 14-കാരന്റെ ശരീരം തളർന്നു, കാഴ്ചയെയും സംസാരശേഷിയെയും ബാധിച്ചു. ചേർത്തല കരുവാ സ്വദേശി കാർത്തിക്കിന് നൽകിയ കുത്തിവയ്പിലാണ് ഗുരുതര പിഴവുണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കുത്തിവയ്പ് മുതൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്ന് അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരം ഡോക്ടർമാരെ ധരിപ്പിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ വീണ്ടും കുത്തിവയ്പ് നൽകുകയായിരുന്നു. കുട്ടിക്ക് തളർച്ചയും കടുത്ത പനിയും ഉണ്ടായത് പേടി മൂലമെന്നായിരുന്നു ആദ്യം ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അമ്മയുടെ പ്രതികരണം കേൾക്കാം. മറ്റുള്ള ഡോസുകളെല്ലാം എടുത്തത് വെച്ചാൽ അതിനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാക്സിൻ എന്തെങ്കിലും പ്രശ്നം കാണുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അത് ഡോക്ടേഴ്സിനോട് പ്രത്യേകം ഓരോ വാക്സിൻ എടുക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ അതിനൊരു മുഖവിലയ്ക്ക് എടുക്കുക, കാര്യങ്ങളൊന്നും ചോദിക്കുക, ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതേ തുടർന്നാണ് ഇവന്റെ അവസ്ഥ ഇത്രയും മോശമായിട്ട് ഇത്രയും തളർന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങിയത്. ലാസ്റ്റ് ഡോസോടുകൂടി പൂർണ്ണമായിട്ട് അന്ന് തന്നെ തളർന്ന് ഇതാകുകയാണ് ചെയ്തത്. അന്ന് ഫുള്ളും അതിൽ ഞങ്ങൾ 10 മണി വരെ ഒബ്സർവേഷനിൽ അവിടെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മോശം അവസ്ഥയായിരുന്നു. പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എടുത്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ തീരെ ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും അവര് പറയുന്ന അങ്ങനെ വരത്തില്ല എന്നും പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞ ORS കൊടുത്ത കൊച്ചിന്റെ പേടിയാണെന്നാ പറയാം. പക്ഷെ ഞങ്ങളത് ഒട്ടും വിശ്വസിച്ചു. അവൻ നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ്. അവനെ യാതൊരു പ്രശ്നം പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വാക്സിനാണ് പ്രശ്നം എന്നുള്ള ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായ ഞാനും എന്റെ മോനും ഇത് എല്ലാ ഡോക്ടേഴ്സിനും ഒന്നല്ല പല ഡോക്ടേഴ്സിനോട് പറഞ്ഞാണ്. അവരാരും ഇത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ അവസ്ഥ അവനുണ്ടായത്. എടുക്കാതിരുന്നെങ്കിൽ എന്റെ മോന് ഒരു കുഴപ്പവും വരിക ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വാക്സിനേഷനിടയിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് 4 തവണയാണ് കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയോ തുടർ പരിശോധനകളോ നിർദ്ദേശിക്കാതെ രോഗലക്ഷണങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. തലചുറ്റൽ അനുഭവപ്പെട്ട് ആശുപത്രിയിൽ അവസാനമായി എത്തിച്ച കുട്ടിക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച ORS മാത്രമാണെന്നും ചികിത്സാ രേഖകളിൽ വ്യക്തമാണ്. നാടുകളെ തളർത്തുന്ന ഗുരുതര രോഗമായ സർവിക്കൽ മെലറ്റിലിസിലേക്ക് കുട്ടിയെ എത്തിച്ചത് ഇഞ്ചക്ഷനെ തുടർന്നുണ്ടായ സങ്കീർണതകളാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ കുടുംബം ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അന്നേരം അവർ പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞ് ORS കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2 മണി വരെ ഒരു ഡോക്ടർ ആയിരിക്കും, ചിലപ്പോൾ ഉച്ച കഴിയുമ്പോൾ വേറെ ഡോക്ടർ, അങ്ങനെ അവർ 2 ഡോക്ടറെ ആ ചികിത്സിച്ച പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അവർ ഒരാൾ ORSന്റെ ഇത് പറഞ്ഞ് ഒരാൾ ട്രിപ്പ് ഇട്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇവൻ തളർന്ന് കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് പൊങ്ങാൻ പറ്റാത്ത സ്റ്റേജായി. പിറ്റേ ദിവസം ചെന്നിട്ടും അവരിതൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ ഫിസിഷ്യന്റെ വീട്ടിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അനീഷ് ഡോക്ടറെ വീട്ടിൽ ചെന്ന് അപ്പോൾ സാറിന് ബോധ്യപ്പെട്ടു ഇത് എന്തോ പ്രശ്നമാണ്. ഇങ്ങനെ സാറ് തന്നെ പറഞ്ഞു ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നു. അതിൽ കുഴപ്പമില്ല. അപ്പോൾ അവിടത്തേക്ക് തന്നെ അഡ്മിറ്റല്ല ക്യാഷ് അടിച്ചിന് ട്രിപ്പ് ഇടാൻ പറഞ്ഞു. അന്നേരത്തേക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ട് എല്ലാം കുഴപ്പമില്ല. അപ്പോൾ പറയും ന്യൂറോളജിന് ആരെങ്കിലും കാണിക്കാം, നമുക്ക് ഇവൻ്റെ പ്രായം വെച്ച് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പണ്ടാനത്തേക്ക് പോകാൻ. എന്നാൽ ഞാൻ പറഞ്ഞു വേണ്ട കോട്ടയം മതിയെന്ന് പറഞ്ഞ് കോട്ടയത്തേക്ക് എന്നപ്പോൾ അങ്ങനെ എഴുതി തന്ന് കോട്ടയത്തേക്ക് ചീട്ടുമായിട്ട് ചെല്ലുകയും എമർജൻസി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവിടെ ഡോക്ടേഴ്സ് എത്തിച്ചത്. അതുപോലെയാണ് അവർ അത്രയും രീതിയിലാണ് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മകനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്.
ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ വാക്സിനേഷനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിൽ കുട്ടി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് തെളിവുകളുണ്ട്. പത്രവാർത്ത കണ്ട് DMO വിളിച്ചു കൊടുക്കാനാണ് കഴിയുക. നമ്മുടെ ജയിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഈ 3 തീയതികളിൽ 3 പ്രാവശ്യം അവരിവിടെ വന്ന OP-യിലും ക്യാഷ് വാക്സിനും കാണിച്ചിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ആരാണെന്ന് അറിയുമല്ലോ? അത് 3 മാസം മുമ്പത്തെ കാര്യമല്ലേ അല്ലേ? 1 മാസം ജനുവരി. അതെന്തായാലും ഡ്യൂട്ടിയിൽ കയറുന്ന ഡോക്ടർ ആരാണെന്നുള്ളത് ഇവിടെ എന്തായാലും റെക്കോർഡ്സ് ഉണ്ടാവും. അല്ല അതിപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് റെക്കോർഡ് എഴുതുന്നുണ്ടല്ലോ. IDRB എടുത്തതിന്റെ ഫലമായിട്ട് സംഭവിച്ചാണ്. IDRB എടുത്തതിന്റെ ഫലമായിട്ടല്ലോ. IDRB എടുത്തപ്പോ കുട്ടി പ്രശ്നം ഉണ്ടാകുന്ന IDRB മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ജയിച്ച പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബിന് എടുത്തിട്ടുള്ളതാണ്. ഇമ്മ്യൂണോഗ്ലോബിനാണ് ഇതുപോലെ കോംപ്ലിക്കേഷൻ വരുന്നത്. ഞാൻ ചോദിക്കുന്നത് വയ്യ എന്ന് പറയുമ്പോഴും പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴും റിപ്പീറ്റ് ആയിട്ട് എങ്ങനെ ഇഞ്ചക്ഷൻ പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പരാതി അന്വേഷിക്കാൻ നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന് അന്വേഷിക്കും. പരാതി ഇപ്പൊ എന്തായാലും കൊടുത്തതാണ്. ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് ഇതൊക്കെ നോക്കും. കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മരുന്നിന്റെ കോംപ്ലിക്കേഷൻ. മരുന്നിന്റെ കോംപ്ലിക്കേഷനിൽ ചെറിയ പക്ഷെ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവര് സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞ് 101 ഡിഗ്രി സെൽഷ്യസ് പനിയൊക്കെ എഴുതിയിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടും അവിടെ അതിന് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടില്ലല്ലോ. ഒരു നെഗ്ലിജൻസ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അവർ തീർച്ചയായിട്ടും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി അവരെ എന്തെങ്കിലും കമ്മീഷൻ വല്ലതും വെച്ചിട്ടുണ്ടോ? ഈ സംഭവം തന്നെ ഞാനിപ്പോഴല്ല നിങ്ങൾക്ക് പറയുമ്പോഴേ അറിയാം. അല്ല ഇപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടർ DMO എനിക്ക് വന്നോണ്ടാണ് വെറുതെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോ പുള്ളി ഇപ്പൊ അന്വേഷിച്ചത് എന്നോട് വിളിച്ചു പറഞ്ഞത് DMO വിളിച്ച് പറഞ്ഞതേ. അതുകൊണ്ടാണ് എന്നോട് പറയാൻ താമസിച്ചെന്നാണ് പുള്ളി പറഞ്ഞു. DMO പുള്ളി ഇപ്പൊ ജസ്റ്റ് ആ DMO വിളിച്ച ആളിപ്പോ പുള്ളി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സംഭവം. അതിനകത്ത് ഇത്രയും സംഭവം നടക്കുന്ന ഇടയ്ക്ക് നമുക്ക് ഇതൊക്കെ നടന്നു നമ്മളെങ്ങനെ അറിയും? നമുക്കല്ല ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള കുട്ടി കിടക്കുന്നത് നമുക്ക് ഒട്ടും വളരെ സങ്കടത്തിൽ തന്നെ കിടപ്പ് കണ്ടിട്ട്. അതുകൊണ്ടാ പറഞ്ഞ ഒരു പയ്യനാണ്, ഒറ്റ മകനാണ് അവർക്ക്. അച്ഛനൊരു ടൈലിന് പണിക്ക് പോകുന്ന ഒരു കൂലി തൊഴിലാളി. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നെഗ്ലിജൻസ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ശക്തമായിട്ടുള്ള നടപടികൾ വരും. അക്കാര്യത്തിൽ സംശയമില്ല. അത് ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്സിൻ എടുത്തതിന്റെ ഫലമായിട്ടാണ് വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്സിന്റെ കോംപ്ലിക്കേഷൻ ആണെങ്കിലും ശ്രദ്ധിച്ചാണല്ലോ അതാണ് സംഭവിച്ചേക്കുന്നത്. എനിക്ക് പറയാം. കാര്യം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ ഇതുപോലെ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ഇവിടെ എടുക്കാത്തതിന്റെ കാര്യം തന്നെ അതല്ലേ. അത് വളരെയധികം റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ കുട്ടി കിടക്കേണ്ടി വന്നത്? അത് കാറ്റ് ചിലപ്പോൾ കൈയുടെ ഉള്ളകയിലായിരിക്കും ആദ്യം. അതിന്റെ കാറ്റഗറി ഉണ്ടല്ലോ, ക്ലാസ് 1 ക്ലാസ് 2 ക്ലാസ് 3 വൈദ്യ പോലുമില്ല. അപ്പൊ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കേണ്ട രീതിയിലുള്ള സംഭവമായിരിക്കും. ഉള്ളകൈ മാറുക, മുഖത്ത് മാറുക, അത് കണ്ണിന് മുകളിൽ മാറുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രേഡ് കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈറസ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരത്തിലേക്ക് വ്യാപിക്കാൻ ചാൻസുള്ള സ്ഥലങ്ങളിൽ മാറ്റിയാൽ അത് കൂടുതൽ പെട്ടെന്ന് പ്രവർത്തനം ഉണ്ടാക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നത്. ഇമ്മ്യൂണോഗ്ലോബിനാണ് കൂടുതൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മറ്റേത് തൊലിപ്പുറത്ത് നേരത്തെ അത് തൊലിപ്പുറത്ത് ഒരു ചെറിയ തൊലിയുടെ പുറത്തേക്ക് എടുക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ബുക്കണി കിട്ടും. പണ്ട് 10-40 വർഷം കൊണ്ട് ബുക്കണി കിട്ടി എടുത്തോണ്ടിരുന്ന മെഷീനാണ്. അന്ന് എടുത്തോണ്ടിരുന്ന സമയത്ത് ഒരുപാട് സിവിയറായിട്ടുള്ള ഇതുപോലെ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അന്ന് ആൾക്കാർ കാഴ്ച ഇപ്പോൾ തള്ളുക, മൊത്തം തള്ളുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പുതിയ മരുന്നുകൾ കണ്ടെത്തി പല മാറിയപ്പോൾ ഇതുപോലെ കോംപ്ലിക്കേഷൻ വളരെ റാബിസിന്റെ വാക്സിൻ ഈ തെരുവുനായ ശല്യം വന്നപ്പോ ഇറങ്ങിയ വാക്സിൻസിന് കുറെ പ്രോബ്ലംസും പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഒരു കാര്യം ഇപ്പം 1 ലക്ഷത്തിൽ ഒരാളെ കോംപ്ലിക്കേഷൻ വരുന്നുണ്ടെങ്കിലും കൂടുതൽ പേർക്ക് വരും. കാര്യം ഇപ്പം എണ്ണം കൂടുതലായി റിസ്കിന് വാക്സിന്റെ 1 ലക്ഷത്തിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടി ജനങ്ങൾക്ക് വെച്ച് പോയി കഴിയുമ്പോൾ ഒരു ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞ ആ വേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഈ മെഡിസിൻ ചിലപ്പോൾ അലർജി ഉണ്ടായത് കൊണ്ട് ആ കുട്ടിയുടെ ബോഡിയിൽ പക്ഷെ അതല്ല എനിക്ക് ഏറ്റവും വലിയ ഇതായിട്ട് തോന്നിയത് ഒരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറോട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, സ്കൂളിൽ നിന്ന് കുട്ടി താഴ്ന്ന വീണാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്. അവൾ ORS കൊടുത്താൽ മതി, കുട്ടിയുടെ പേടിയാന്ന് പറഞ്ഞിട്ട് അടുത്ത ഡോസ് 2 ദിവസം കൊടുക്കുന്നു. അതൊരു പ്രശ്നമല്ലേ? അതാണ് എന്റെ പ്രശ്നം. മറ്റേത് അലർജി ആർക്ക് വേണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ്. അത് നമുക്കിപ്പോ അത്
അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ അവർ എഴുതി മേടിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഡോക്ടറുടെ വീട്ടിൽ എന്തോ പോയി കാണിച്ചു, ഇവിടുത്തെ തന്നെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ റെഫർ ചെയ്ത് ആണ് അവര് പിന്നെ കോട്ടയത്തേക്ക് പോകുന്നത്. അവിടെ പോയതുകൊണ്ട് ഭാഗ്യം നിങ്ങൾ രക്ഷപ്പെട്ടു. ആ കൊച്ച് പ്രശ്നം ഇപ്പോഴും നടക്കാൻ പറ്റില്ല, ഇത് റിക്കവർ ആവില്ലേ? 14 വയസ്സല്ലേ ഉള്ളൂ, പക്ഷെ പറയാൻ പറ്റത്തില്ല. നട്ടലിലാണ് പ്രശ്നം കാണിക്കുന്നത്. അതെന്താ രോഗാവസ്ഥ? എന്താ ഞരമ്പിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്, ഞരമ്പിന് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. യെസ്, ശരണ്യ സ്നേഹിതൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ്. ഗുരുതര പിഴവ് സംഭവിച്ചു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഒപ്പം തന്നെ പ്രാഥമികമായി നമ്മുടെ അന്വേഷണത്തിലും തെളിയുന്നതും അങ്ങനെയല്ലേ. ഈ റാബീസ് വാക്സിനുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ മുമ്പും സംസ്ഥാനത്ത് വലിയ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരോ മറ്റോ ആ തരത്തിൽ വിശദീകരണം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ശരണ്യ, എന്താണ് സംഭവിച്ചത്? സജിത്ത്, ഇപ്പോൾ നമ്മൾ കണ്ടത്, ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് ചേർത്തല താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിൽകുമാറിന്റെ വാക്കുകളാണ്. അദ്ദേഹം ഈ നമ്മൾ OP ചീട്ടുമായി തന്നെയാണ് ഇവരെ സമീപിച്ചത്. അപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചിരിക്കുന്നത് ചേർത്തലയിലെ 14-കാരനാണ്. ചേർത്തല കരുവ സ്വദേശിയായ കാർത്തിക് എന്ന 14 വയസ്സുള്ള കുട്ടിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 20-നാണ്, അതായത് ജനുവരി 20-നാണ് കാർത്തിക്കിന് പൂച്ചയുടെ നഖക്ഷതം മൂലം മുറിവ് ഉണ്ടാകുന്നത്. തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കാർത്തിക ചികിത്സ തേടുന്നു. ചികിത്സ തേടിയതിനു ശേഷം അവിടെ TT എടുത്തതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഈ കുട്ടിയെ അതായത് റാബീസ് വാക്സിനേഷൻ ആവശ്യമുണ്ട് എന്ന് നിർദ്ദേശിക്കുകയും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കുട്ടിക്ക് റാബീസ് വാക്സിനേഷൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ വാക്സിനേഷൻ തുടങ്ങി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആദ്യ ഡോസ് എടുക്കുന്നത് 20-ാം തീയതിയാണ്. 20-ാം തീയതി വാക്സിൻ എടുത്തതിന് ശേഷം കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. തുടർന്ന് മറ്റ് വാക്സിനേഷന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ വീട് ചേർത്തലയാണ്. അതുകൊണ്ട് തന്നെ ചേർത്തലയിൽ നിന്നാണ് മറ്റു വാക്സിനുകൾ എടുക്കുന്നത്. ഈ 22-നാണ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കുന്നത്. ഈ 2-ാം ഡോസ് വാക്സിൻ എടുത്തപ്പോൾ മുതലാണ് കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയത്. അത് നമുക്ക് ഈ ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ OP ചീട്ടുകളും കാഷ്വാലിറ്റിയിലെ ചീട്ടുകളും അടക്കം വെച്ചാണ് വീട്ടുകാർ അത് പറയുന്നത്. ആ ചീട്ടുകളെല്ലാം തന്നെ ഈ 22-ന് വാക്സിൻ എടുത്ത ശേഷം അന്ന് വൈകിട്ട് തന്നെ 101 ഡിഗ്രി പനിയും തളർച്ചയുമായി കുട്ടിയെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ ഡോക്ടർമാരോട് വാക്സിൻ എടുത്തിരുന്നു, വാക്സിൻ എടുത്തതിനെ തുടർന്നാണ് ഈ ശാരീരിക അവസ്ഥ എന്ന് പറയുമ്പോൾ അത് കുട്ടിക്കുള്ള പേടി മൂലമാണ്, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് പാരസെറ്റമോൾ മാത്രം കൊടുത്ത് വിടുകയാണ്. അതിനുശേഷം 26-നും വാക്സിൻ എടുക്കുന്നു. ഈ 26-നും കുട്ടിക്ക് കടുത്ത പനിയും തലചുറ്റലും അടക്കം ഉണ്ടാകുന്നു. അപ്പോഴും ഈ ഡോക്ടർമാർ, ഒന്നിലധികം ഡോക്ടർമാർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കാർത്തികിനെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം രാവിലെയും വൈകിട്ടും പനിയായി ചെല്ലുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് എന്താണ് രോഗാവസ്ഥ എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടിയുടെ ശാരീരികാവസ്ഥയിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ വളരെ ലാഘവത്തോടു കൂടി വെറുമൊരു പനി മാത്രമെന്ന് പറഞ്ഞ് അതിനെ തള്ളുകയും രക്ഷകർത്താക്കൾ ഈ വാക്സിനാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് സൂചിപ്പിക്കുമ്പോൾ പോലും ഇത് കുട്ടിയുടെ പേടി മാത്രമാണെന്ന് ഒരേപോലെ ഡോക്ടർമാർ ആവർത്തിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ വിദഗ്ധ ചികിത്സ നിഷേധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് ഏറ്റവും ഒടുവിലായി വാക്സിൻ എടുക്കുന്നത് 16-ാം തീയതിയാണ്. ഈ 16-ാം തീയതി വാക്സിൻ എടുത്ത് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. സ്കൂളിൽ വെച്ച് കുട്ടി 1 മണിക്കൂറിനുള്ളിൽ തന്നെ തളർന്നു വീഴുകയും ശരീരം തളരുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ രക്ഷകർത്താക്കൾ വീണ്ടും ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് കുട്ടിയുമായി എത്തുന്നു. വാക്സിൻ എടുത്ത കാര്യം ഉൾപ്പെടെ അവിടെ പലതവണ ഡോക്ടേഴ്സിനോട് പറയുന്നു. അപ്പോഴും അന്നും എഴുതിയത് ORSും അതുപോലെ തന്നെ സ്റ്റൂജറൻ എന്ന തലചുറ്റലിനുള്ള ടാബ്ലറ്റ്സും മാത്രമാണ് നൽകിയിട്ടുള്ളത്. അന്ന് ഈ അമ്മയും കുട്ടിയും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കുട്ടിക്ക് ശരീരം തളരുന്നുണ്ട്, ഒപ്പം തന്നെ തളർന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതായി തോന്നുന്നുണ്ട്, അത്തരത്തിൽ വായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ
പറഞ്ഞ് കുട്ടിക്കാണ് വിദഗ്ധ ചികിത്സ പോലും നിഷേധിച്ചുകൊണ്ട് ഈ തലചുറ്റലിനുള്ള മരുന്നും കേവലം ORS മാത്രം നൽകി അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ട്രിപ്പിട്ട് വീട്ടിലേക്ക് വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് രാത്രിയോടുകൂടി ഇവർക്ക് വീണ്ടും രോഗാവസ്ഥ മൂർച്ഛിക്കുകയും ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. 17-ന് അവിടെ രാത്രി 16-ന് അഡ്മിറ്റ് ചെയ്യുകയും 17-ന് അവരെ ചോദിച്ചു വാങ്ങിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണ് മാറ്റുന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിൽ ഈ വാക്സിനേഷനെ തുടർന്നുണ്ടായ കോംപ്ലിക്കേഷനാണ് ഇതെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. അതിൽ തന്നെ ആ ഡിസ്ചാർജ് രേഖകളിൽ അത്തരത്തിൽ സെർവിക്കൽ മൈലൈറ്റിസ് ഉണ്ടായിരിക്കുന്നത് ഈ IDRVയിൽ തുടർന്ന്, അതായത് ഇഞ്ചക്ഷനെ തുടർന്നാണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴുള്ള കുട്ടിയുടെ കണ്ടീഷൻ ശരീരം പൂർണ്ണമായി തളർന്നിരുന്നു, സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു, കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു, കാഴ്ച പ്രശ്നം സംഭവിച്ചിരുന്നു. ഒപ്പം തന്നെ കുട്ടി കിടന്ന കിടപ്പിൽ ശരീരം മുഴുവൻ വേദനയായിരുന്നു എന്നാണ് രക്ഷകർത്താക്കൾ പറഞ്ഞത്. 1 മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർക്ക് ചികിത്സ നേടേണ്ടി വന്നു. ആ ചികിത്സയ്ക്ക് ശേഷവും ഇപ്പോഴും കുട്ടി റിക്കവർ ആയിട്ടില്ല, കുട്ടിക്ക് നടക്കാനാവില്ല, ഇപ്പോഴും ശരീരം തളർന്ന അവസ്ഥയാണ്. സംസാരശേഷി തിരികെ കിട്ടിയിട്ടുണ്ട്, കാഴ്ചശേഷിയും തിരികെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ കുട്ടി സ്കൂളിൽ പോലും പോകാൻ ആവാത്ത വിധത്തിൽ തളർന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. ചേർത്തല സ്വദേശി പ്രദീപിന്റെയും അനിതയുടെയും ഏക മകനാണ് ഈ 14 വയസ്സുകാരൻ എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകി. ഇത്രയധികം, അതായത് നമ്മൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ കേസ് ഷീറ്റ് കാണിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ 101 ഡിഗ്രി പനിയും തളർച്ചയുമായി വന്ന കുട്ടിക്ക് വാക്സിനേഷനെ തുടർന്നാണ് ഇതെന്ന് പറയുമ്പോൾ വീണ്ടും തുടർ വാക്സിനേഷനുകൾ എങ്ങനെ നടന്നു എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. അവരവിടെ നെഗ്ലിജൻസ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരം തളർത്തിക്കൊണ്ടാണ് ഈ സർവൈക്കൽ മൈലൈറ്റിസ് എന്ന സാഹചര്യത്തിലേക്ക് കുട്ടി എത്തിയിട്ടുള്ളത്. മാത്രമല്ല നാഡീവ്യൂഹങ്ങൾ പൂർണ്ണമായി തളർന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നട്ടെല്ലിന്റെ ഭാഗത്തുള്ള നാഡീവ്യൂഹങ്ങളെയാണ് നാഡികളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. നാഡികൾ തളർന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കുട്ടിക്ക് ഇപ്പോൾ ശരീരം തളർന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ രക്ഷകർത്താക്കൾ പറയുന്നത് വാക്സിനിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കാൻ തയ്യാറാവണം. ഈ വാക്സിനേഷൻ മൂലം, അതായത് വണ്ടാനത്ത് വാക്സിൻ എടുത്തപ്പോൾ, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാക്സിൻ എടുത്തപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചേർത്തലയിലെ വാക്സിൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കണം. വാക്സിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എടുത്ത ഡോസ് എടുത്ത്, പിന്നെ ഈ കണ്ട ഡോക്ടർമാരെല്ലാം, അതായത് ഈ ഓരോ വാക്സിന്റെ ഇടവേളകളിലും 4-5 തവണ ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും അത് നിഷേധിക്കുകയും അത് കണ്ടെത്താൻ തയ്യാറാവുകയും ഇത്രയും മോശം സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി നിസാരവൽക്കരിക്കുകയും ചെയ്ത ഡോക്ടർമാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഒരുപാട് പൈസ അവർക്ക് ചിലവായി. ആശുപത്രിയിൽ നാട്ടുകാർ പിരിച്ചാണ് അവർക്ക് സഹായം നൽകിയത്. അത്ര മോശം സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. എന്തായാലും DMO തലത്തിൽ ആരോഗ്യവകുപ്പിന് പരാതി, അതായത് ആരോഗ്യമന്ത്രിക്ക് പരാതി ലഭിച്ചു. അത് ഫോർവേഡ് ചെയ്യപ്പെട്ടെങ്കിലും അത്രത്തെ കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രം വിളിച്ച് അന്വേഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് അവർക്ക് മറ്റ് വൈദ്യസഹായമോ മറ്റ് പിന്തുണയോ ഒന്നും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. സജിത് രഞ്ജനി. ശരണി, അതായത് ശരണി സൂചിപ്പിച്ച് വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. 14-കാരനാണ് ഇത്തരത്തിൽ വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ശരീരം മുഴുവൻ തളരുന്ന അവസ്ഥ, പിന്നീട് കാഴ്ചശക്തിയെ ബാധിക്കുന്നു, സംസാരശേഷിയെ ബാധിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം സംസാരശേഷിയും കാഴ്ചശക്തിയും തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും തളർന്നു കിടക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. കൃത്യമായ നിയമ പോരാട്ടം അടക്കം നടത്തി ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും എല്ലാം പരാതി നൽകിയെങ്കിലും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത്. ചികിത്സയ്ക്കടക്കമുള്ള പണം നൽകാനോ ഒന്നും ആരും തയ്യാറായ സാഹചര്യവും നിലവില്ല. നാട്ടുകാരടക്കം പിരിച്ചെടുത്ത കാശാണ് ഇത്തരത്തിൽ ചികിത്സയ്ക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റാബീസ് വാക്സിനുമായി ബന്ധപ്പെട്ട പിഴവുകൾ നേരത്തെയും ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഈ വാർത്തയിലും ഉന്നത കേന്ദ്രങ്ങളുടെ ഇടപെടൽ ആവശ്യമാണ്. ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണവും വരാം. ചേർത്തലയാണിത് സ്ഥലം. സ്വാഭാവികമായും കൃഷിമന്ത്രിയുടെ നിയമസഭാ മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ അടക്കമുള്ള അവിടുത്തെ ജനപ്രതിനിധി എന്ന തരത്തിലുള്ള പ്രതികരണവും വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മറ്റ് വിദഗ്ധരും പ്രതികരിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും വളരെ വേഗത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ വാർത്തയിൽ കൂടുതൽ പരിശോധന കൂടി നമുക്ക് ആവശ്യമാണ്. വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.
യെസ്, വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. നമ്മൾ ഇനി ദേശീയ വാർത്തകളാണ് പരിശോധിക്കുന്നത്. തീർച്ചയായും നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് ദേശീയതലത്തിൽ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും സിക്കിമിലെ നാഥുലിയിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങി സിക്കിമിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും 30-ലധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ബണ്ടി സഞ്ജയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. പ്രധാനപ്പെട്ട വാർത്തകളാണ് ദേശീയ തലത്തിൽ വരുന്നത്. എന്ത് ദേശീയ തലത്തിലുള്ള വാർത്തകളുടെ പൊതുചിത്രവുമായി രാഖേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. രാഖേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സിക്കിമിലുണ്ടായ ഇന്നലെ വൈകിട്ടുണ്ടായ അപകടമടക്കമുള്ള പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്താണ് പൊതുചിത്രം, എന്താണ് രാഖേഷ്? സജിത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. സിക്കിമിലെ അപകടത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സിക്കിമിലെ നാഥുലയിൽ മഞ്ഞുമല ഇടിഞ്ഞ് അപകടമുണ്ടായത്. ഇന്നലെ 7 പേർ മരിച്ചിരുന്നു, 12 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് 6 വണ്ടികൾ, ഏതാണ്ട് 20 മുതൽ 30 ആളുകളെ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട്, ഇവർ മഞ്ഞിനടിയിലുണ്ട് എന്നാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനം പിന്നീട് സാധ്യമായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ്. സൈന്യത്തിന്റെയും ഒപ്പം തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും സിക്കിം പോലീസിന്റെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇന്ന് ഊർജിതമായതിന് മറ്റുള്ളവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും ബോർഡർ റോഡ് ഓർഗനൈസേഷനൊപ്പം തന്നെ സൈന്യത്തിന്റെയും ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ തുടരുന്ന ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. മറ്റൊന്ന് തെലങ്കാനയിലാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ കുറെ നാളുകളായി അവിടുത്തെ ഭരണകക്ഷിയായ BRSഉം ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJPയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്, തർക്കം തുടരുകയാണ്. അതിന് ആക്കം കൂട്ടിക്കൊണ്ട് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ നിന്ന് തെലങ്കാന പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കരീംനഗറിലെ വസതിയിൽ നിന്നാണ് ബണ്ടി സഞ്ജയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് പോലീസ് പറയുന്ന കാരണം സർക്കാർ നൽകുന്ന വിശദീകരണം 10ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ബണ്ടി സഞ്ജയെ കസ്റ്റഡി എടുക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ BJPയുടെ ഭാഗത്തുനിന്ന് ബണ്ടി സഞ്ജയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി തെലങ്കാനയിൽ നടക്കാനുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇത് അലങ്കോലപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. മാത്രവുമല്ല സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ചില വിഷയങ്ങളിൽ സർക്കാരിനെ ചോദ്യം ചെയ്തിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കം, സർക്കാർ വേട്ടയാടുന്നു, പ്രതികാര നടപടി കൈക്കൊള്ളുന്നു ചന്ദ്രശേഖർ റാവു എന്ന പ്രതികരണമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ബണ്ടി സഞ്ജയുടെ തന്നെ ട്വിറ്റർ ഹാൻഡിൽ വ്യക്തമാക്കുന്നത് ആദ്യം തനിക്കെതിരെ പ്രസ് മീറ്റ് അലങ്കോലപ്പെടുത്താനുള്ള നീക്കം നടത്തി, അതിനുശേഷം ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ സർക്കാരിനെതിരായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബണ്ടി സഞ്ജയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും BJP വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഒരു BRSഉം ഒപ്പം തന്നെ BJPയും തമ്മിലുള്ള ഒരു തർക്കമായി ഇത് വളരാൻ തന്നെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K. കവിതയെ അടുത്തിടെയാണ് ED അടക്കം ചോദ്യം ചെയ്ത് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ തലത്തിൽ വലിയ തർക്കമായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷന്റെ ഈ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബണ്ടി സഞ്ജയ് കരീംനഗറിൽ നിന്നുള്ള ലോക്സഭാ MP കൂടി, ലോക്സഭാ അംഗം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായി അത് വലിയ തർക്കത്തിലേക്ക് പോകും. BJPയും BRSും തമ്മിലെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് കർണാടകയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ആ വാർത്തകളും വിശദമായി പരിശോധിക്കാം. കർണാടകത്തിൽ കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കാരണം 124 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഇന്നലെ CEC യോഗം ചേർന്നിരുന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിലാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഏതാണ്ട് പകുതിയോളം സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് CEC വീണ്ടും യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോലാർ അടക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ വരുണ മണ്ഡലത്തിൽ നിന്ന് സിദ്ധരാമയ്യ മത്സരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനുശേഷവും സിദ്ധരാമയ്യ കോലാറിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും അടക്കമുള്ള വിഷയങ്ങൾ നിർണായകമാണ്. ഏതായാലും ഇന്നലെ ചേർന്ന യോഗത്തിൽ 30 സീറ്റുകളുടെ കാര്യത്തിലാണ് ധാരണയായത്. 70 സീറ്റുകളുടെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ചില സീറ്റുകളുടെ അടക്കം തർക്കം നിലനിൽക്കുന്നു. അക്കാര്യം പരിഹരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകിട്ടോടുകൂടി മുഴുവൻ മണ്ഡലങ്ങളുടെയും കോൺഗ്രസിന്റെ
സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. JDS-ഉം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ഡിസംബറിൽ JDS പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരുന്നത് ഹാസൻ സീറ്റിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കം നിൽക്കുകയാണ്. പ്രത്യേകിച്ച് HD കുമാരസ്വാമിയും സഹോദരൻ HD രേവണ്ണയും തമ്മിലാണ് ഈ വിഷയത്തിൽ തർക്കം നിലനിൽക്കുന്നത്. കാരണം ഹാസൻ സീറ്റിലേക്ക് പ്രധാനമായും HD രേവണ്ണയുടെ ഭാര്യ ഭവാനി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ സീറ്റ് വിട്ടു നൽകാൻ HD കുമാരസ്വാമി തയ്യാറാകില്ല. പകരം ഒരു പാർട്ടി പ്രവർത്തകന്റെ പേരാണ് കുമാരസ്വാമി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് മുൻ MLA കൂടിയായ HS പ്രകാശിന്റെ മകൻ HP സ്വരൂപിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കുമാരസ്വാമിയുടെ ആവശ്യം. നേരത്തെ ദേവഗൌഡ ഈ വിഷയത്തിൽ രണ്ടുപേരുമായും ചർച്ച നടത്തിയിരുന്നെങ്കിലും ആ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. കുമാരസ്വാമി വ്യക്തമാക്കുന്നത് സാധാരണ പ്രവർത്തകന് അവിടെ സീറ്റ് നൽകിയില്ലെങ്കിൽ അത് പാർട്ടിയുടെ പ്രകടനത്തെ തന്നെ ബാധിക്കും എന്നൊരു വാദമാണ് കുമാരസ്വാമി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവഗൌഡ വീണ്ടും നാളെ രണ്ടുപേരുമായി ചർച്ച നടത്തും. ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മറ്റു മണ്ഡലങ്ങളുടെ കൂടി ഒപ്പം ഹാസനും കൂടി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ഏതായാലും നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വീണ്ടും സജിത്തിലേക്കും രഞ്ജിനിയിലേക്കും. അതാണ് ദേശീയ വാർത്തകളുടെ പൊതുചിത്രം നമ്മൾ കണ്ടത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്ന് ദേശീയ തലത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ വളരെ കൗതുകമുയർത്തുന്ന ഒരു കാഴ്ച വരുന്നത് കോട്ടയത്ത് നിന്നും. തീർച്ചയായും അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൂരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. പിടിയാനകളെയാണ് പൂരത്തിന് എഴുന്നള്ളിച്ചത്. ഒരു പെൺപൂരമായാണ് അവിടെ നടത്തിയത്. എന്തായാലും ആ ഗജറാണിമാരുടെ വിശേഷങ്ങൾ കാണാം. കൊടുങ്ങൂർ മേജർ മഹാദേവി ക്ഷേത്രമല്ലേ, അവിടെയാണ് ഈ പൂരം നടന്നത്. ആ വിശേഷങ്ങളിലേക്ക് കേരളത്തിലെ പിടിയാനകളിൽ താരങ്ങളായ 9 ഗജസുന്ദരിമാരാണ് കൊടുങ്ങൂർ പെൺപൂരത്തിന് അണിനിരന്നത്. തോട്ടക്കാട് പാഞ്ചാലിയും കുഞ്ഞുലക്ഷ്മിയും ഗുരുവായൂർ ദേവിയും കുമാരനെല്ലൂർ പുഷ്പയും പ്ലാത്തോട്ടം ബീനയും ഒക്കെ ആരാധകരുടെ മനസ്സിലേക്കാണ് നടന്നിറങ്ങിയത്. ഇതാദ്യമായാണ് കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ പെൺപൂരം നടത്തുന്നത്. തലയെടുപ്പ് ഉൾപ്പെടെ നോക്കി സുന്ദരികൾക്ക് സമ്മാനവും നൽകി. പിടിയാനകളെ മാത്രം എഴുന്നള്ളിക്കാൻ സാധിക്കുന്ന കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ പിടിയാന പൂരം, അതായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ പിടിയാനകളുടെ പൂരം, അതാണ് നമ്മൾ ഈ ഗജമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെൺപൂരം പുതിയൊരു ചരിത്രമായി എന്ന് തന്നെയാണ് സംഘാടകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങൾ കൂടുതൽ ശക്തമായി കൂടുതൽ മികവോടെ നടത്താനാണ് കൊടുങ്ങൂർ ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം. പിടിയാനപ്പൂരത്തിന് മുന്നോടിയായി 9 പാട്ടമ്പലങ്ങളിൽ നിന്ന് വർണ്ണാഭമായ കാവടി ഘോഷയാത്രയും നടന്നു. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോട്ടയത്ത് നിന്ന് നമ്മൾ നേരെ പോകുന്നത് മലബാറിലേക്കാണ്, നാദാപുരത്തേക്കാണ്. നാദാപുരത്തെ ഒരു കോൽക്കളി കാഴ്ചയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഒരേ വേദിയിൽ പലതരം കോൽക്കളികൾ എത്തിയപ്പോൾ കാണികൾക്ക് അതൊരു പുതിയ അനുഭവമായി മാറി. കോഴിക്കോട് നാദാപുരത്താണ് കേരളത്തിന്റെ നിലവിലുള്ള 12 തരം കോൽക്കളികളും അരങ്ങിലെത്തിച്ചത്. കോൽക്കളി പോലെ വൈവിധ്യമുള്ള കലകൾ മറ്റൊന്നുമുണ്ടാവില്ല. രാജ്യത്ത് 60ഓളം തരം കോൽക്കളികളുണ്ട്. സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ള പ്രധാന ഇനങ്ങളാണ് നാദാപുരത്ത് രണധാരയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചത്. പുരുഷന്മാർക്ക് പുറമെ സ്ത്രീകളുടെ ഇനങ്ങളും വേദിയിലെത്തി. രാജസൂയം, ഒറ്റയും ചുഴിയും, താളക്കളി, ചരടുകെട്ടിക്കളി, മാപ്പിളക്കോൽക്കളി, നാടൻ കോൽക്കളി തുടങ്ങിയവയാണ് അവതരിപ്പിച്ചത്. വടിവുകളും പദവിന്യാസവും നൃത്തച്ചുവടുകളുമായി കലാകാരന്മാർ മെയ്വഴക്കത്തോടെ കളിച്ചപ്പോൾ കാണികൾക്കും ആവേശമായി. കോൽക്കളി മേഖലയിൽ വളരെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
പ്രായം കൂടിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 1850കളിൽ മുതലുള്ള കോൽക്കളി വകഭേദങ്ങൾ അരങ്ങിലെത്തിക്കാനായതിൽ സംഘാടകരും ആഹ്ലാദം മറച്ചുവെക്കുന്നില്ല. വടകര താലൂക്കിൽ അനേകം കോൽക്കളി സംഘങ്ങളുണ്ട്. നാദാപുരത്തെ കോൽക്കളി പ്രേമികളായ നിരവധി പേരാണ് പരിപാടി കാണാൻ എത്തിയത്. ന്യൂസ് 18 വടകര. അപ്പോൾ നമ്മൾ പോകുന്നത് ഇനി തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ വിഷുക്കണിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. കണി കാണാനുള്ള കൃഷ്ണരൂപങ്ങൾ നിർമ്മിക്കുകയാണ് അവിടെ ഒരു കൂട്ടർ. കാഴ്ച കാണാം. ചാലക്കുടി തൃശൂർ ദേശീയപാതയിൽ നെള്ളായിയിൽ നിന്ന് കുറച്ചു മാറി തൂപ്പകാവ് പാലത്തിന് സമീപത്താണ് ബാബുലാലിന്റെ വിഗ്രഹ നിർമ്മാണശാല. രാജസ്ഥാനിലെ പാലി ജില്ലയിലുള്ള എരട്ടിയ സ്വദേശിയാണ് ബാബുലാൽ. വിഗ്രഹ നിർമ്മാണം തൊഴിലാക്കിയിട്ട് വർഷങ്ങളായി. ഈ വർഷം കൃഷ്ണരൂപങ്ങളുടെ നിർമ്മാണം ജനുവരിയിൽ തന്നെ ആരംഭിച്ചു. കേരളത്തിൽ വന്നിട്ട് അവർ 10-20 കൊല്ലം വർഷമായി. ഈ നാട്ടിലെ എല്ലാ വിശ്വത്തിനും നമ്മൾ ശ്രീകൃഷ്ണൻ ഉണ്ടാക്കിയിട്ട് 5-6 മാസമായിട്ടുണ്ട്. ഈ നേരത്തെ പ്ലാസ്റ്റിക് വരിഞ്ഞ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കണമുണ്ട്. ഇപ്പോൾ ഈ ശ്രീകൃഷ്ണൻ പൊടി മാറിയിട്ട് ജിപ്സം പൗഡറിന് നമ്മൾ കൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കണമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇല്ല, ജിപ്സം പൗഡറിന് വില കൂടിയിട്ടുണ്ടാവും. ഈ കൊല്ലം കുറച്ച് ഇത് വില കൂടിയിട്ടായാലും സാധനം ഇപ്പോൾ കൂടി വില ആയാലും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ പഴയ റേറ്റിന് സാധനം കൊടുക്കണമെങ്കിൽ ചിലപ്പം 10 രൂപ ഓർ സാധനത്തിന് കൂട്ടിയാക്കിയിട്ടുണ്ട്. ജിപ്സം ഉപയോഗിച്ച് ആയിരക്കണക്കിന് കൃഷ്ണരൂപങ്ങളാണ് ഇവർ ഇത്തവണ നിർമ്മിച്ചത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന കച്ചവടക്കാരാണ് കൂടുതലായി ഇവിടെ നിർമ്മിക്കുന്ന കൃഷ്ണരൂപങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്. പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. വലിപ്പത്തിനനുസരിച്ചാണ് വില. കൃഷ്ണരൂപങ്ങൾ മാത്രമല്ല, നവരാത്രിക്കാലത്ത് സരസ്വതി രൂപങ്ങളും വിനായക ചതുർത്ഥിക്ക് ഗണേശ വിഗ്രഹങ്ങളും നിർമ്മിക്കും. പരിചയസമ്പന്നരായ ജോലിക്കാരെ രാജസ്ഥാനിൽ നിന്ന് തന്നെയാണ് ബാബുലാൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് നിറവും തിളക്കവും നൽകാനുള്ള ചായക്കൂട്ടുകളും രാജസ്ഥാനിൽ നിന്നാണ്. ന്യൂസ് 18 നെല്ലായി. വിഷുക്കാഴ്ചയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ഒരു കുട്ടിക്കുരങ്ങന്റെ വിശേഷങ്ങളിലേക്കാണ്. അമ്മയില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിക്കുരങ്ങനെ പ്രകൃതി വന്യജീവി സംരക്ഷക കൂട്ടായ്മയായ മാർക്ക് പ്രവർത്തകർ സംരക്ഷിച്ചിരിക്കുന്നു. കണ്ണൂർ ഇരിട്ടി തില്ലങ്കേരിയിൽ മരം മുറിച്ച് മാറ്റുന്നതിനിടെയാണ് കുട്ടിക്കുരങ്ങനെ അവശനിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞുങ്ങൾക്ക് മനുഷ്യസഹജമായ സുരക്ഷ നൽകുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന മൃഗമാണ് കുരങ്ങ്. ജീവന്റെ അവസാന തുടിപ്പ് വരെ അമ്മക്കുരങ്ങുകൾ കുട്ടിക്കുരങ്ങുകളെ സംരക്ഷിക്കുമെന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മരം മുറിച്ചു മാറ്റുമ്പോൾ അവശ്യനിലയിൽ കണ്ടെത്തിയ കുട്ടിക്കുരങ്ങിന്റെ അമ്മക്കുരങ്ങ് മരിച്ചുപോയതാകാമെന്നാണ് മൃഗസംരക്ഷകർ കരുതുന്നത്. ഇരിട്ടിയിൽ നിന്നും കണ്ണൂർ വെറ്റിനറി ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് തളിപ്പറമ്പ് കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ ചേർന്ന് മാർക്ക് പ്രവർത്തകർക്ക് കുട്ടിക്കുരങ്ങിന്റെ സംരക്ഷണം കൈമാറിയത്. റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മാർക്ക് സംരക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 40ഓളം ദിവസം പ്രായമുള്ളൊരു കുരങ്ങാണ്. 3 മാസം ഇതിൻ്റെ അമ്മേൻ്റെ കെയർ നന്നായിട്ട് കിട്ടേണ്ട ഒരു പ്രായമാണ്. അതുകൊണ്ട് 3-4 മാസം നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ശ്രദ്ധിച്ച് അതിനുശേഷം കാട്ടിലേക്ക് വിട്ടേക്കും. ഏകദേശം 1 മാസം പ്രായമുള്ള കുട്ടിക്കുരങ്ങ് പൂർണ്ണ ആരോഗ്യവാനാണ്. പാൽ, പഴം, ഓട്സ് എന്നിവയാണ് ഭക്ഷണമായി നൽകുന്നത്. 2 മാസത്തോളം ആവശ്യമായ സംരക്ഷണം നൽകി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കാട്ടിൽ വിടാനാണ് തീരുമാനമെന്ന് മാർക്ക് പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കൊട്ടാരക്കരയിലേക്കാണ്. കൊട്ടാരക്കര തലച്ചിറയിൽ നാട്ടുകാർക്ക് പ്രിയങ്കരനായ ഒരു അണ്ണാന്റെ കാഴ്ചകൾ കാണാം. ഹോട്ടലിലെത്തുന്നവർ ഷുക്കൂറെ എന്ന് നീട്ടി വിളിച്ചാൽ അവൻ ഓടി തോളിൽ കയറും. എന്നിട്ട് ചെവിയുടെ മടക്കിൽ കടിച്ചുകൊണ്ടുള്ള കിന്നാരമായി. മനുഷ്യനോട് ഇത്രയധികം ഇണങ്ങിയ അണ്ണാൻ കുഞ്ഞിനെ കടയുടമ നൌഷാദിന് ലഭിച്ചിട്ട് 4 മാസമേ ആകുന്നുള്ളൂ. ഇത് നമ്മുടെ അഞ്ചാനംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മരത്തേന്ന് വീണ് 2 വീണ് ഒരെണ്ണം ചത്തുപോയി. അങ്ങനെ ഒരെണ്ണത്തിന് കണ്ണു തുറക്കാത്ത പ്രായത്തിൽ കിട്ടി. അങ്ങനെ കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്ത് ഫ്രിഞ്ചിൽ പാലൊക്കെ കൊടുത്ത് വളർത്തിയാണ് അതിനെ ഈ പുരവാക്കിയെടുത്തത്. ഫുൾ ടൈം നമ്മുടെ കൂടെ നടക്കും. നമ്മളെപ്പോഴും എന്നെ എവിടെ വെച്ച് കണ്ടാലും ചാടി വരും. അങ്ങനെ ഒരു സ്നേഹവും. മരത്തിലെല്ലായിടും പോയിട്ട് കറങ്ങിയ സമയം വരും. ഷുക്കൂറിന് പുറമെ നിരവധി പ്രാവുകളും പേർഷ്യൻ പൂച്ചകളെയും നൌഷാദ് തന്റെ കടയോട് ചേർന്നുള്ള വീട്ടിൽ ഓമനിച്ച് വളർത്തുന്നുണ്ട്. കടലയുമായി എത്തുന്ന നൌഷാദിന്റെ മടിയിലേക്ക് പ്രാവുകൾ കൂട്ടത്തോടെ പറന്നെടുക്കുന്നത് ആരെയും അതിശയിപ്പിക്കും.
കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അലമാരി വെച്ച് തുണിയൊക്കെ വെച്ച് കച്ചിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിനെ വളർത്തി ഇച്ചിരി വലുതായി. പിന്നെ ഇത് നമ്മളെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങത്തില്ല. അഥവാ പോയാലും ഓടിഞ്ഞ് വരും. 2 പ്രാവശ്യം പൂച്ച ഓടിക്കേണ്ടിരുന്നു, പക്ഷേ രക്ഷപ്പെട്ട് ഇഞ്ഞ് വരും. പിന്നെ തെങ്ങിന്റെ മണ്ടേ കയറും, അവിടെ നിന്ന് ഓടിഞ്ഞിറങ്ങി വരും. മരം വെട്ടുന്നതിനിടയിൽ നിലത്ത് വീണ അണ്ണാൻ കുഞ്ഞിനോടുള്ള അനുകമ്പയാണ് ഷുക്കൂർ എന്ന് പേര് നൽകി ഇതിനെ ഓമനിച്ചു വളർത്താൻ കാരണം. നൌഷാദ് തികഞ്ഞ മൃഗസ്നേഹിയാണെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ ഇവയെ വളർത്താൻ താൽപര്യപ്പെടുന്നതുമില്ല. ഷുക്കൂറും കടയുടമയുമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ നിരവധി ആളുകളാണ് ഫോട്ടോ എടുക്കാനായി എത്തുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. അങ്ങനെ നമ്മൾ പ്രഭാത കേരളം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം എന്ത് എന്നതാണ് നമ്മൾ പരിശോധിച്ചത്. നമ്മൾ തുടക്കം മുതൽ കണ്ടു. മധു കേസിൽ 11 മണിയോടുകൂടി വിധി വരും. ഒപ്പം തന്നെ കോഴിക്കോട്ടെ ട്രെയിൻ തീവെപ്പ് കേസിന്റെ തുടർ നടപടികളും ഉണ്ടാകും. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ വാർത്തകൾ നിരവധിയുണ്ട്. ഇടതുമുന്നണി യോഗം, മന്ത്രിസഭായോഗം, കോൺഗ്രസിന്റെ പ്രതിഷേധം, അങ്ങനെ വിപുലമാണ്. ഒപ്പം അരിക്കൊമ്പനിലും നിർണായക ദിവസമാണ്. ഹൈക്കോടതി വിധി ഇന്ന് വരും. അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഇന്ന് പ്രഭാത കേരളത്തിന്റെ പൊതുചിത്രം നമ്മൾ പരിശോധിച്ചത്. അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പൗർണമിക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെയാണ് ഇന്ന് ഈ പരിപാടി അവതരിപ്പിച്ചത്. പൗർണമിക്കാവിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്നും പുരോഗമിക്കുകയാണ്. അവിടെ നടക്കുന്ന പ്രപഞ്ചയാഗം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ക്ഷേത്ര ഭാരവാഹികൾ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. എന്താണ് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ? ഏതു തരത്തിലാണ് ഇത് പുരോഗമിക്കുന്നത്? 31/3/2023 പൗർണമിക്കാവിൽ പ്രപഞ്ചയാഗത്തിന്റെ 5ാം ദിവസം ഇന്ന് പിന്നിടുകയാണ്. പ്രപഞ്ചയാഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, ഇത് നടത്തപ്പെടുന്നത് കൈലാസപുരി സ്വാമികളുടെ നേതൃത്വത്തിലാണ്. എന്തുകൊണ്ട് കൈലാസപുരി സ്വാമികൾ എന്ന് ചോദിച്ചാൽ 2019, 20, 21 കാലഘട്ടത്തിൽ നമ്മളുടെ ഭാരതത്തിലും ലോകത്തിലും കേരളത്തിലും നമ്മെ കാർന്നു തിന്ന കോവിഡ് എന്ന മഹാമാരി, അതിന്റെ അനന്തര ഫലങ്ങൾ വളരെ കാഠിന്യമാണെന്ന് പൗർണമിക്കാവിലമ്മ മുൻകൂട്ടി കണ്ടുകൊണ്ട് 2022 വളരെ ഭംഗിയായി 10 ദിവസത്തെ മഹാകാളിക യാഗം നടത്തി. ആ മഹാകാളിക യാഗത്തിലൂടെ ഈ ലോക പ്രപഞ്ചത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിന്, നമ്മളുടെ നാട്ടില്, നമ്മുടെ തിരുവനന്തപുരത്തിന്, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു. മഹാകാളിക യാഗത്തിലൂടെ നമ്മളുടെ നാടും പരിസരവും വീടും കുടുംബവും എല്ലാം ഭംഗിയായി ശുദ്ധീകരിച്ചെടുക്കുക എന്ന പ്രക്രിയയിലൂടെ നടന്നപ്പോൾ കൈലാസപുരി സ്വാമി അതിന് നേതൃത്വം നൽകി ഭംഗിയായി ഈ യാഗം നടന്നു. ആ യാഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നാടും ഈ നഗരവും, എന്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ആയതിനു ശേഷമുണ്ടായ വളർച്ച, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ ഒരു ഫീനക്സ് പക്ഷിയെ പോലെയാണ് ഈ പരിസരം ഉയർന്നുകൊണ്ടിരുന്നത്. ജനങ്ങളുടെ, ഭക്തരുടെ നിരന്തര നിർദ്ദേശങ്ങൾ, നിരന്തര സംശയങ്ങൾ. എന്തുകൊണ്ടെന്നാൽ മതവും ജാതിക്കും അതീതമായി പൗർണമിക്കാവിൽ അമ്മയെ പൂജിക്കുവാൻ ആർക്കുമുള്ള ഒരു അവസ്ഥ, എവിടെയും എപ്പോഴും കയറി പൂജിക്കാവുന്ന ഒരു സാഹചര്യം, ജാതി നോക്കാതെ ബ്രാഹ്മണനെന്നോ നായരെന്നോ നമ്പൂതിരിയെന്നോ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ സിഖെന്നോ പാഴ്സിയില്ലാതെ ഏത് സമയവും ഈ ക്ഷേത്രത്തിൽ വന്ന് അന്നദാനത്തിൽ പങ്കെടുത്ത് നല്ല ഭംഗിയായിട്ട് പൂജ നടത്താനുള്ള ഒരു അവസരം. അതിൽ നിന്നുമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഭാരതത്തിൽ വിളമാടി നിൽക്കുന്ന മതതീവ്രവാദ ചിന്തകൾ, ജാതിക്കും മതത്തിനും അതിവേദമായി പെരുമാറുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം 100% ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം, ആ കേരളത്തെ പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായി, മതതീവ്രവാദ ചിന്തകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി 51 അക്ഷരദേവതകളെ പ്രദർശിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ ചെയ്ത ആ സത്കർമ്മം, ആ സത്കർമ്മത്തിലൂടെ വിദ്യാപ്രാപ്തി ഉണ്ടാക്കുക, വിദ്യാപ്രാപ്തിയിലൂടെ മുഴുവൻ ജനങ്ങൾക്കും വിദ്യ നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാപ്രാപ്തി പൂജ നടക്കുന്നു. മഹാകാളിക യാഗത്തിന് ശേഷം മഹാകാല ഭൈരവ ഹോമം. നമ്മൾക്കൊരു മനുഷ്യന് ഒരു വീട്ടിൽ പിതൃശുദ്ധി വരുത്തിയാൽ ആ പിതൃശുദ്ധിക്ക് നമ്മൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നാൽ മുൻ 16 തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും കൂടി ഈ ഹോമോണ്ടങ്ങൾ കാര്യങ്ങൾ നടക്കുന്നു. ബംഗളിമുഖി എന്ന പൂജ, അങ്ങനെ വിവിധതരം പൂജകൾ 256 ക്ഷേത്രങ്ങൾ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ, പോറ്റിമാർ, തിരുമേനിമാർ
ഇവരെല്ലാം പങ്കെടുത്ത് ഈ പ്രപഞ്ചയാഗം നടത്തുമ്പോൾ പ്രപഞ്ചത്തിന് പരിശുദ്ധി, ഈ പ്രപഞ്ചത്തിൽ സമാധാനം, മത തീവ്രവാദ ചിന്തയില്ലാത്ത ഒരു നല്ല ഭാരതത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിന്റെ നാഥനായ, ഇതിന്റെ യോഗിയായ MS ഭുവനേന്ദ്രൻജിയുടെ നേതൃത്വത്തിൽ ഒരു ഫ്ലെക്സിലോ നോട്ടീസിലോ തന്റെ പേരുകളിലോ മന്ത്രി വന്ന കേന്ദ്രമന്ത്രി വന്നിട്ട് ഇന്നലെ പോയിട്ട് പോലും രംഗത്ത് വരാത്ത ആ അദൃശ്യ മനുഷ്യരിലൂടെ, ആ സനാതന ധർമ്മത്തിലൂടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഭുവനേന്ദ്രൻജി. ഒരർത്ഥത്തിൽ നമ്മുടെ വരും തലമുറയ്ക്കുള്ള ഒരു സന്ദേശം. കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതിരിക്കുക. അമ്മേ ശരണം, ദേവീ ശരണം. എന്തായാലും പൗർണമിക്കാവിന്റെ വിശേഷങ്ങളാണ് കണ്ടത്. എന്തായാലും പ്രഭാത കേരളം ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. വളരെ വിശദമായ സമഗ്രമായ ഒരു വാർത്ത. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എലത്തൂർ ട്രെയിൻ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് ആണ് ഇത് സംബന്ധിച്ച വാർത്തയിൽ സ്ഥിരീകരണം വരുന്നത്. ഷാരൂഖ് ഷൈഫി എന്ന പേരുള്ള വ്യക്തിയെ ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ATS സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ